വിശ്വാസികൾ വർത്തിക്കേണ്ട, ജീവിതത്തിൽ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. അനുസരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് വർജിക്കേണ്ട കാര്യങ്ങളാണ്. രണ്ടും ഉണ്ടെങ്കിലാണല്ലോ പൂർണ്ണമായും വിശ്വാസരംഗത്തും കർമ്മരംഗത്തും അള്ളാഹു പൊരുത്തപ്പെട്ട ആളായി മാറുക. അപ്പൊ ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം അതിൽ മാത്രമല്ല നമ്മുടെ ഈമാൻ കിടക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞപ്പോ ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തആല നഫാ അൻഹും ഉമ്മഹാത്തിൽ മആസി, വിശ്വാസികളിൽ നിന്ന് കുറ്റകൃത്യങ്ങളുടെ മാതാക്കളായി വർത്തിക്കുന്ന വലിയ വലിയ കുറ്റങ്ങളെ അള്ളാഹു നിഷേധിക്കുകയാണ്. അത് അവരിൽ ഉണ്ടാകൂല. ബഅദമാ അസ്ബത ലഹും ഉസൂല ത്വആത്ത്, ആരാധനയുടെയും വിശ്വാസ കർമ്മങ്ങളുടെയും അടിസ്ഥാനപരമായ വിഷയങ്ങളെ ഉറപ്പിച്ചു പറഞ്ഞ ശേഷം ഇൽഹാറൻ ലികമാലി ഈമാനിഹിം, ഈമാനിന്റെ പൂർണ്ണത വെളിവാക്കാൻ വേണ്ടിയിട്ട്, ഈമാനിന്റെ പൂർണ്ണത രണ്ട് തലങ്ങളെയും സംയോജിപ്പിച്ചു കൊണ്ടുപോകുമ്പോഴാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഇത്യാദി അനുസരണങ്ങളൊക്കെ ഉണ്ട്. വർജിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നും വർജിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഒഴിവാക്കാൻ കഴിയുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ കൂടപ്പുറപ്പായി കൊണ്ടു നടക്കുന്നുണ്ട്. ഈമാന്റെ കമാലിയത്ത് ഉണ്ടാകൂല. ഈമാനിന് പൂർണ്ണത ഉണ്ടാകണമെങ്കിൽ നമ്മളോട് ഒഴിവാക്കാൻ പറഞ്ഞതിലൊക്കെ വിട്ടുനിൽക്കാനുള്ള കഴിവും മനസ്ഥിതിയും നമുക്കുണ്ടാകണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സത്യത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അതാണ്. നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ചെയ്യാനും അനുവർത്തിക്കാനുള്ളത് കുറവാണ്. മൻഹിയാത്ത്, വിലക്കുകൾ ധാരാളമാണ്. അതുകൊണ്ടാകണം ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നിർദ്ദേശങ്ങളിൽ നൽകിയതിൽ പ്രധാനമായും ആദ്യം പറഞ്ഞത് ഇത്തഖിൽ മഹാരിം തകുൻ അഅബദന്നാസ്. അബൂ ഹുറൈറ, നിങ്ങൾ നിഷിദ്ധമായ കാര്യങ്ങൾ മുഴുവനും സൂക്ഷിച്ച് വെടിയുക, എന്നാൽ തകുൻ അഅബദന്നാസ്, ജനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ആബിദായി മാറാൻ പറ്റും. അപ്പൊ ജനങ്ങളിൽ ഏറ്റവും വലിയ ആബിദ് അനുഷ്ഠാന കർമ്മങ്ങൾ മാത്രം കൊണ്ടു നടക്കുന്ന ആളല്ല. മാസിയത്തുകൾ, കുറ്റകൃത്യങ്ങൾ അതിനോട് രാജിയായി അത് വേണ്ടെന്ന് വെച്ച് അതിലേക്ക് ടച്ചില്ലാതെ ജീവിക്കുന്നവനാണ്. അള്ളാഹു അതിന്റെ വിശദീകരണ ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഓരോന്നും നമ്മൾ ഗ്രഹിക്കുകയും ഉൾക്കൊള്ളുകയും പകർത്തുകയും പകർന്നു കൊടുക്കുകയും വേണം. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, ഏറ്റവും അടിസ്ഥാനപരമായ വലിയ തെറ്റതാണല്ലോ അള്ളാഹുവിനോടുകൂടെ മറ്റൊരു ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവർ, ആരാധിക്കാത്തവർ. മറ്റൊരു ഇലാഹിനെ വിളിക്കാൻ പാടില്ല, ആരാധിക്കാനും പാടില്ല. ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം അവന്റെ ഇഷ്ടദാസന്മാരെ വിളിക്കാൻ അത് പറ്റും. അള്ളാഹുവിനോടൊപ്പം അവന്റെ ഇഷ്ടദാസന്മാരെ, രണ്ട് വിളിയും ഒരുപോലെയല്ല, ഒരേ വിശ്വാസപ്രകാരവും അല്ല. ഇപ്പൊ ഇത് റബീഉൽ ആഖിർ മാസമാണ്. എത്രയോ സ്ഥലങ്ങളിൽ ഖുത്ബിയത്ത് നടത്തപ്പെടുന്ന പതിവുള്ള ഈ മാസത്തിൽ അങ്ങനെ നേർച്ചയാക്കുന്ന പലരുണ്ട്. അവിടെയും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ വിളിക്കുന്നത് ഒരു ഇലാഹായിട്ടല്ല, ഇലാഹിന്റെ പുത്രൻ എന്ന നിലക്കും അല്ല, സങ്കല്പം എന്ന നിലക്കും അല്ല, അവതാരം എന്ന നിലക്കും അല്ല. പിന്നെ എങ്ങനെയാ വിളിക്കുന്നത്? വിളിക്കുന്നതിന്റെ ആദ്യം തന്നെ നമ്മളൊക്കെ അത് ഉറപ്പിച്ചുകൊണ്ട് വെളിവാക്കി പറയുന്നുണ്ട്. ഇത് കുന്തലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ അതാൾ അഅതാക മിൻ ഖുദ്റത്തിൻ മാ ശിഅത മിൻ മുസ്തതാൾ فأنت مقتدر في خلقه ومطاع أنت الوكيل له يا محيي الدين يا محيي الدين يا محيي الدين
യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അവിടെ പറയുന്നത് ഇത് കുന്തലിൽ ഖാദിരിൽ മുഖ്താരി, ഖാദിറും മുഖ്താറുമായ യജമാനനായ റബ്ബിന് നിങ്ങളായപ്പോൾ അബ്ദൻ അത്വാഅ് അനുസരിച്ച അടിമയായപ്പോൾ, നിങ്ങൾ അള്ളാഹുവിന്റെ പുത്രൻ എന്നല്ല, അള്ളാഹുവിന്റെ അവതാരം എന്നല്ല, അല്ലെങ്കിൽ ഉലൂഹിയത്തും റുബൂബിയത്തും നിങ്ങളിൽ വെച്ച് കെട്ടപ്പെടുന്ന ഒരാൾ എന്നല്ല, അള്ളാഹുവിന്റെ മുത്തിയായ അടിമയായി വർത്തിച്ചപ്പോൾ ഒരുപാട് കഴിവുകൾ അള്ളാഹു നിങ്ങൾക്ക് തന്നു, ഒരുപാട് ബഹുമതികൾ അള്ളാഹു നിങ്ങൾക്ക് തന്നു. എത്രയെത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധ്യമായ ഒരുപാട് കഴിവുകൾ അള്ളാഹു നിങ്ങൾക്ക് തന്നു. അതേ, എപ്പോഴാണ് അള്ളാഹു അങ്ങനെ നൽകിയെന്ന് കുത്തുബിയത്ത് ചൊല്ലുന്ന ആള് പറയുന്നത് ഇലാഹായപ്പോൾ തന്നു എന്നല്ല, ദൈവത്തിന്റെ അവതാരമായപ്പോൾ തന്നു എന്നല്ല, സങ്കല്പമായപ്പോൾ തന്നു എന്നല്ല, പുത്രനായപ്പോൾ തന്നു എന്നല്ല, അള്ളാഹുവിനെ അനുസരിച്ച അടിമയായപ്പോൾ. അപ്പൊ യാ ഗൗസ് വിളിക്കുന്ന ആളെ കൽബിലുമുള്ളത് ഈ വിളിക്കപ്പെടുന്ന വ്യക്തി അള്ളാഹുവിനെ അനുസരിച്ചൊരു മഹാനായ അടിമയാണ്. ആ അർത്ഥത്തിലാ വിളിക്കുന്നവരല്ലേ അവരെ നിയ്യത്ത് പറയേണ്ടത്. വിളിക്കുന്നവരാണല്ലോ ഓരോ വിശ്വാസം പറയേണ്ടത്, കേൾക്കുന്നവരല്ലല്ലോ. ഞാൻ വിളിക്കുമ്പോ എന്റെ വിശ്വാസം ഞാനല്ലേ പറയേണ്ടത്, കേൾക്കുന്നവരല്ലല്ലോ അത് വിധിയേറ്റ് നടത്തേണ്ടത്. അതേ സമയത്ത് മറ്റു പല വിളികളും നടക്കുന്നുണ്ട്, അതൊക്കെ എങ്ങനല്ലേ എന്ന് കൂട്ടാനും നിർവാഹമല്ല, പറ്റൂല. കാരണം അവര് വിളിക്കുന്നതും അവരെ സങ്കല്പവും ഒന്ന് വേറെയാണ്. അപ്പൊ ചോദിക്കും, ഉസ്താദേ നാ പിന്നെ ഈസാ നബിനെയല്ലേ ക്രിസ്ത്യാനികൾ വിളിക്കുന്നത്? അല്ല, അവര് വിളിക്കുന്നത് ഇലാഹായ ഈസയാണ് വിളിക്കുന്നത്. നമ്മൾ ഈസാ നബിനെ വിളിച്ചാലോ നമ്മൾ വിളിക്കുന്നത് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെയാണ്. അവര് വിളിക്കുന്നത് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ അല്ല, ഇലാഹായ ഈസാ നബിനെയാണ് അവർ വിളിക്കുന്നത്. ഇലാഹിന്റെ സങ്കല്പം വെച്ചൊരു ഈസാ നബിനെയാണ്. അങ്ങനെ നബി ഉണ്ടോന്ന് അറിയില്ല, അങ്ങനെ ഈസയുണ്ടോന്ന് നമുക്കറിയില്ല. കാരണം അള്ളാഹ് അങ്ങനെ ആളിറക്കിയില്ലല്ലോ. അല്ലാഹു തആല ഇറക്കിയത് ഈസാ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് റബ്ബി വ റബ്ബുക്കുമുല്ലാഹ്, എന്റെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹുവാണ്, ഞാൻ നിങ്ങളെ റബ്ബാന്നല്ല, എന്റെയും നിങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, വിശ്വസിക്കണം. കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞ മഹാനവർകൾ പറഞ്ഞതല്ലേ, തൊട്ടിൽ കിടക്കുമ്പോ തന്നെ പറഞ്ഞ അങ്ങനെ തന്നെയല്ലേ, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. നിങ്ങൾ വിശ്വസിക്കും പോലെ, നിങ്ങൾ പറയും പോലെ ഞാനൊരു ജാരസന്തതിയല്ല. അന്ന് ശത്രുക്കളോടുള്ള മറുപടിയാണത്. ഞാനൊരു അവതാരോ സങ്കല്പോ പുത്രനോ പൗത്രനോ ഒന്നുമല്ല, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഇതന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയും ഏറ്റവും ഷറഫായ ശ്രേഷ്ഠതയുള്ള വിശേഷണമായി പറഞ്ഞതും അങ്ങനെയാണ്. അള്ളാഹുവിന്റെ അടിമ എന്നല്ലേ അള്ളാഹു ചേർത്ത് പറഞ്ഞത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുവിന്റെ അടിമ എന്നതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉദ്ദേശിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരു വലിയ ശ്രേഷ്ഠതയുള്ള ഒരു മഖാമാണ്. അള്ളാഹുവിന്റെ അടിമാന്ന് എല്ലാ അർത്ഥത്തിലും പൂർണ്ണാർത്ഥത്തിൽ പറയാൻ പറ്റിയൊരു നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. അത് ഒന്ന് എന്ന അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണത നേടിയ ഒരു അബ്ദ്. അപ്പൊ അതിൽ ബാക്കിയെല്ലാം വന്നു ചേർന്നു, ബാക്കിയെല്ലാം വന്നു ചേർന്നു, എല്ലാ ഗുണങ്ങളും അതിൽ വന്നു ചേർന്നു. അതാണ് ഫൗഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. റസൂലിഹി എന്ന് പറഞ്ഞില്ല, നബീഹി എന്ന് പറഞ്ഞില്ല. അതിനേക്കാളും വലിയ ഒരു മഖാമാണ്, ശ്രേഷ്ഠതയുള്ള ഒരു പദവിയാണ് ഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. ഇരിക്കട്ടെ, ഞാനത് പറയുന്നത് ഇലാഹിനെ വിളിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. വിശ്വാസികൾ ശിർക്ക് ചെയ്യാൻ പാടില്ല. ഇത് പ്രത്യേകം പറയണോ ഉസ്താദേ? പറയണം. കാരണം എന്താണ്, ചില ആൾക്കാർ ഉദ്ദേശ സാഫല്യത്തിന് ചിലപ്പോൾ അങ്ങനെ പോയി വിളിച്ചെന്ന് വരും. നമ്മൾ പലപ്പോഴും അങ്ങനെ പത്രത്തിൽ കാണാറുണ്ട്, പലരും അങ്ങനെ പോയി വിളിക്കുന്നത് പാടില്ല. ഇബാദുർ റഹ്മാൻ അത് പാടില്ല. അവരേറ്റവും കൃത്യമായി ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതും അള്ളാഹുവിനെ മാത്രമാണ്. എന്നാ മഹാന്മാരെ വിളിക്കുന്നത് അത് ആരാധനയുടെ പരിധിയിൽപ്പെട്ടതാണോ? അല്ല, സഹായാർത്ഥനയാണ് ആ ചെയ്യുന്നത്. പക്ഷേ അല്ലാഹു തആല അത് കൽപ്പിച്ചിട്ടും ഉണ്ട്, അതിന് സ്ഥാനം തന്നിട്ടും ഉണ്ട്, മഹാന്മാരങ്ങനെ വിളിച്ചിട്ടും ഉണ്ട്. വിളിച്ചവർക്കൊക്കെ വലിയ ഫലം കിട്ടിയിട്ടുണ്ട്. അപ്പൊ മറ്റാരെയും വിളിക്കാൻ പാടില്ല. അല്ലാഹു അല്ലാത്ത മഹാന്മാരെ വിളിക്കുന്നത്
ചിലരതിനെപ്പറ്റി പറയും അത് ഈ മൊയ്ലിയാക്കന്മാർ ഈ കാലഘട്ടത്തിലും ഉണ്ടാക്കി തീർക്കുന്ന ഒരു പൗരോഹിത്യമാണ്. അല്ല, ശറയിൽ സ്ഥിരപ്പെട്ടൊരു വിഷയമാണത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത് സ്വഹാബത്തല്ലേ. തങ്ങളെ ശേഷം ആദ്യമായി അവർ പോയി ചെയ്ത യുദ്ധം മുസൈലിമയോടാണ്. അന്നത്തെ യുദ്ധത്തിൽ സ്വഹാബത്തിന്റെ വിളിയാളം തന്നെ വാ മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ നബിയെ, ഞങ്ങളിതാ യുദ്ധത്തിലാണ്, ഇവിടെ പതറാൻ പാടില്ല, ജയം കിട്ടണം. അല്ല, അത്രയും വലിയ ഒരുക്കങ്ങളും പ്രൊട്ടക്ഷനും മുസൈലിമ നടത്തിയിട്ടുണ്ട്. മുസൈലിമന്റെ കോട്ടയിലേക്ക് കയറാൻ തന്നെ വളരെ വലിയ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. നബി തങ്ങളെ വിളിച്ചു, മഹാന്മാരത് രേഖപ്പെടുത്തി. അസുഖം ഉണ്ടാകുമ്പോൾ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. മഴയില്ലാതാവുമ്പോൾ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിളി ഒരു നിലക്കും അതിനെ സംബന്ധിച്ച് ശിർക്ക് എന്ന് പറയാൻ പാടില്ല. ചില ആൾക്കാർ ചിന്തിക്കും സുന്നികളെല്ലാ കാര്യം സമ്മതിക്കുക, ഇത് കുറച്ച് അവർക്ക് അധികമായി പോയി. അല്ല, പഠിക്കേണ്ടതുപോലെ നമ്മൾ വിഷയം പഠിക്കണം. വിശ്വാസത്തിൽ പുടുക്കുത്ത് ബാധിക്കാൻ പാടില്ല. അവരെ നേർച്ച ഒരു പരിധി വരെ നമുക്ക് സമ്മതിക്കാം. റബീഉൽ അവ്വലും കുറെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. തറാവിയൊക്കെ നിസ്കാരല്ലേ സമ്മതിച്ചു കൊടുക്കാം. ഇനി ഒരു കുറച്ചൊക്കെ തേറി നല്ല കുഴപ്പമൊന്നുമില്ലല്ലോ, അത് കുഴപ്പമൊന്നുമില്ല, നിസ്കാരം തന്നെയല്ലേ, അതൊക്കെ സമ്മതിച്ചു കൊടുക്കാം. നബിദിനാഘോഷം കുറച്ച്, ഇത് കുറച്ച് ഇതൊരു ഏറിയല്ല. ഇത് അടിസ്ഥാനപരമായിട്ട് മഹാന്മാര് നിർവഹിച്ചു പോരുന്ന ഒരു പ്രധാനപ്പെട്ട അമല് തന്നെയാണ്. പക്ഷെ അത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനയാണ് എന്ന് പറയരുത്. അതല്ല. അങ്ങനെയാണെങ്കിൽ സ്വഹാബത്തൊക്കെ വിളിച്ചത് അങ്ങനെ പറയേണ്ടി വരും. സ്വഹാബത്ത് വിളിച്ചു എന്ന് മാത്രമല്ല, ഇമാമിയങ്ങൾ പിന്നെ അത് വിളിക്കാനാണ് പഠിപ്പിച്ചത്. സ്വഹാബത്ത് വിളിച്ചത് ഒരു ഘട്ടത്തിലാണ്. പിന്നെ ആർക്കങ്ങനെ വന്നാലും അങ്ങനെ വിളിക്കണം എന്നല്ലേ ഇമാം നബി റളിയല്ലാഹു അൻഹും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും പഠിപ്പിച്ചത്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവിന്റെ കാല് തളർവാദം വന്നുപോയി, നടക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത വേദന. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വേദന മാറാൻ ചെയ്ത ചികിത്സ എന്താണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വിളി വിളിച്ചു, യാ മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ വിളിയോടെ വേദന മാറി. എണീറ്റ് മഹാനവറുകൾ നടക്കാൻ തുടങ്ങി. ഒരിഞ്ച് വേദനയില്ല. അതിന്റെ വിശദീകരണം എഴുതിയ മഹാന്മാരും അത് പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച വിളി, അവരല്ലേ തൗഹീദ് ഏറ്റവും നന്നായി പഠിച്ച മഹാന്മാര്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിളിച്ചിട്ട് ഫലം കിട്ടിയില്ലേ? ഈ കിട്ടിയതിനെ സംബന്ധിച്ച് ഇമാം നബി റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നത് ബാബുമാ യഖൂലുർ റജുലു ഇദാ ഖദറത് റിജ്ലുഹു. ഇമാം നബി തങ്ങൾക്ക് അദ്കാർ എന്നൊരു കിതാബുണ്ട്. വിവിധ ഘട്ടങ്ങളിൽ ചൊല്ലേണ്ട ദിക്റാണ് അതിൽ പഠിപ്പിക്കുന്നത്. ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോ പേടി തോന്നിപ്പോയി, എന്ത് ചൊല്ലണം? പേടി തോന്നാണ്. രാത്രി വഴിക്ക് ഇങ്ങനെ പോകാണ്, പേടി തോന്നുന്നുണ്ട്, എന്ത് ചൊല്ലണം? അങ്ങാടിയിലെത്തിയാൽ എന്ത് ചൊല്ലണം? ഒരു സംഗതിക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ മനസ്സിൽ വല്ലാത്ത ദുഃഖം തോന്നുന്നു, എന്ത് ചെയ്യണം? എല്ലാ ഘട്ടങ്ങളിലും ചൊല്ലേണ്ട ദിക്ർ അധ്യായം ഇട്ട് ഹദീസ് സഹിതം ഇങ്ങനെ പഠിപ്പിക്കുമ്പോ കൂട്ടത്തിലതാ കാലിന് തളർവാദം വന്നാൽ എന്ത് ചൊല്ലണം? അവിടെയാണ് ഈ ഹദീസ് പറയുന്നത്. എന്താ ചെയ്യേണ്ടത്? യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കണം. അത് അധ്യായം ഇട്ട് ദിക്ർ എല്ലാം വേണ്ടി പഠിപ്പിക്കാൻ. ഇമാം നബി റളിയല്ലാഹു അൻഹു മനസ്സിലായില്ലേ? അതിന്റെ നേരെ മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരും എഴുതി വെച്ച കിതാബിൽ, കിതാബുൽ അദബിൽ, അദബുൽ മുഫ്രദിൽ മഹാനവറുകളും അതേ അധ്യായം ഇട്ടു. ബാബുമായ ഖൂലുർ റജുലു ഇദാ ഖദറത് റിജ്ലുഹു. അദബാണ് അതിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ കാലിന് തളർവാദം വന്ന ഏറ്റവും വലിയ അദബെന്താ? വിളിക്കണം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കണം. നിങ്ങൾ നോക്ക്, മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയല്ലേ. ഞാനത് പരത്തി പറയല്ല, ഞാൻ ആ ആയത്ത് പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അല്ലാഹു തആലാന്റെ കൂടെ വിളിക്കരുത് എന്ന് പറഞ്ഞത്, അള്ളാഹുവിനോട് ചേർത്തി അല്ലാതെയും ആരാധിക്കരുത് എന്ന് പറഞ്ഞത് ഇലാഹുകളെയാണ്. നമ്മൾ ഈ മഹാന്മാരെ വിളിക്കുന്നത് അത് സഹായാർത്ഥനയാണ്. അത് അള്ളാഹു കൽപ്പിച്ചതുമാണ്, ശ്രേഷ്ഠമായ അമലാണ്. അവർക്ക് നമ്മൾ ചെയ്യുന്ന ആരാധനയല്ല, അവര് മുഖേന അള്ളാഹുവിലേക്ക് നാം അർപ്പിക്കുന്ന ഒരു ആരാധനയാണ്. അവരെ നമ്മളതിൽ ചേർത്തു, നമ്മളതിൽ കൂട്ടി എന്നതുകൊണ്ട് അതൊരു ആരാധനയുടെ പരിധിയിൽ വരില്ല. കാരണം അവർ ആരാധ്യന്മാർ അല്ല, മഅബൂദുകൾ ആരാധിക്കപ്പെടുന്നവരല്ല.
അവരല്ലാഹു തആല മൂജിസത്ത് കറാമത്ത് നൽകി അനുഗ്രഹിച്ച മഹാരഥന്മാരാണ്. അപ്പൊ അവരെ സഹായവും സംരക്ഷണവും അള്ളാഹു നമുക്ക് നൽകിയതാണ്. അത് ചോദിക്കുന്നതിനെതിരല്ല. മറ്റൊന്ന് വല്ലദീന വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അതേ അല്ലാഹു തആല പവിത്രമാക്കിയ ഒരു ശരീരത്തെയും അവർ കൊന്നുകളയില്ല. സ്വന്തം ശരീരമാകട്ടെ മറ്റുള്ളവരുടെ ശരീരമാകട്ടെ അവർ ആത്മഹത്യ ചെയ്യുകയില്ല. മറ്റൊരാളെയും അവർ കൊല്ലാൻ പോകൂല. കൊലപാതകങ്ങൾ വർദ്ധിച്ച കാലമാണിത്. ജനങ്ങൾ കാശും കിട്ടിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു കാലമാണ്. അതേ, നിനക്ക് ഞാനൊരു കോടി തരാം, ഇന്നിയാളെ നീ കൊല്ലണം. പക്ഷേ അള്ളാഹുവിന്റെ അടിമകൾ അവര് കൊല്ലൂല. അള്ളാഹു പവിത്രമാക്കിയ, കൊല്ലൽ ഹറാമാക്കിയ ഒരു ശരീരത്തെ അവർ കൊല്ലൂല. ഇല്ലാ ബിൽ ഹഖി, ന്യായത്തോടുകൂടെ അല്ലാതെ. ന്യായമുണ്ടെങ്കിൽ തന്നെ വ്യക്തികളല്ലത് കൊല്ലുക. അതിനിവിടെ കോടതിയുണ്ട്. കോടതി വിധിക്കും പോലെയാണ് അതിന്റെ ശിക്ഷ വരിക. ഇസ്ലാമിക രാഷ്ട്രത്തിലും വ്യക്തികൾക്ക് അധികാരമില്ലല്ലോ. കോടതി പറയണം, ജഡ്ജി പറയണം, വിധികർത്താവ് പറയണം, തെളിവ് സഹിതം ബോധ്യപ്പെടണം. അവിടെയാണ് ശിക്ഷ നടക്കല്. വ്യക്തികൾക്ക് അങ്ങനെ കൊല്ലാനൊരു പെർമിറ്റ് ഇല്ല. കൊന്നവരെ തിരിച്ചു കൊന്നൂടെ? അല്ല, കൊന്നവരെ തിരിച്ചു കൊല്ലുന്നതിനേക്കാൾ വ്യക്തികളോട് പഠിപ്പിച്ചത് മാപ്പ് കൊടുക്കാനാണ്, പുറത്തു കൊടുക്കാനാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. ഏതായാലും അയാളിൽ നിന്നൊരു അപാകത സംഭവിച്ചില്ലേ, ഇനി അയാൾക്കൊരു ജീവിതം വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾ അയാൾക്കങ്ങ് മാപ്പ് കൊടുത്തിട്ട് അയാളങ്ങ് നന്നാക്കിയാൽ അത് കാരണം അയാൾ നന്നാവുകയും നിങ്ങളെ മനസ്സിൽ അഫു ഉണ്ടാവുകയും ചെയ്താൽ അല്ലാഹു തആല കൂലി തരുമെന്ന് ഉറപ്പാണ്. വിശുദ്ധ ഖുർആനിൽ ആ വിഷയം അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതേ, മാപ്പ് കൊടുത്തിട്ട് അയാളെ രക്ഷപ്പെടുത്തുക. സത്യത്തിൽ അവകാശപരമായി നോക്കുമ്പോ ഹക്കായിട്ട് കൊല്ലപ്പെടേണ്ട ആളാണെങ്കിലും സഹോദരങ്ങളെ വിട്ടുവീഴ്ച കൊടുത്തുകൊണ്ട് അയാളെ നന്നാക്കുക എന്നൊരു ശൈലിയുണ്ട്. പ്രതിരോധം എന്ന അർത്ഥത്തിൽ ഇസ്ലാം ശിക്ഷാ നടപടികൾ വെച്ചിട്ടുണ്ട്. ആത്മഹത്യയും ചെയ്യാൻ പാടില്ല. സ്വന്തം ശരീരത്തിനും അല്ലാഹു പവിത്രത തന്നിട്ടുണ്ട്. ആത്മഹത്യയിലേക്ക് പോകരുത്. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ കൊന്നുകളയരുത്. ബിൽ ബഖി, ആത്മഹത്യ ചെയ്തുകൊണ്ട്. അവിടെ ആത്മഹത്യ നമ്മുടെ നാട്ടിൽ കുറച്ച് കൂടുതലുണ്ട് എന്ന് പണ്ട് കാലത്തെ ഇമാമിങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ട്, ഇന്ത്യ രാജ്യത്തെ. കാരണം ബൈലാവി ഇമാമിന്റെ തഫ്സീറിൽ അങ്ങനെ തന്നെ ഉണ്ട്, കമാ തഫ്അലുഹു ജഹ്ലത്തുൽ ഹിന്ദീൻ. ഞാൻ എന്റെ വക വായിച്ചല്ല, തഫ്സീറാ വായിക്കുന്നത്. വലാ തഖ്തുലൂ അൻഫുസകും എന്ന ആയത്തിന്റെ തഫ്സീറിൽ ബൈലാവി ഇമാം ഇതാണ്, നിങ്ങൾ സ്വന്തം ശരീരത്തെ കൊന്നുകളയരുത്. ബിൽ ബഖി, ആത്മാഹുതി ചെയ്തുകൊണ്ട്. ഏതുപോലെ? കമാ തഫ്അലുഹു ജഹ്ലത്തുൽ ഹിന്ദി, ഇന്ത്യയിലെ വിവരം കുറഞ്ഞ ആൾക്കാർ ചെയ്യും പോലെ. അതൊരു പരിഹാരം അല്ല. അപ്പൊ ബൈലാവി ഇമാം റളിയല്ലാഹു അൻഹു കിതാബ് എഴുതുന്ന അന്നേ ഈ സ്വഭാവം പലരുന്നായിട്ട് കേട്ട് പ്രസിദ്ധമായിട്ടുണ്ട്. ഒരു ടെൻഷൻ വരുമ്പോഴേക്ക് അതിനുള്ള പരിഹാരം അല്ല അങ്ങനെ മരിക്കുക എന്നുള്ളത്. അത് വലിയ ശിക്ഷയിലേക്കാണ് എത്തിച്ചേരുക. അല്ലെങ്കിൽ നേരെ മരിക്കുന്നില്ലെങ്കിൽ, ആത്മഹത്യ ചെയ്യുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാശത്തിലേക്ക് ശരീരം കൊണ്ടുപോയിട്ടേക്കുക. അല്പം മരുന്ന് വിഷം കുടിക്കുക, അല്ലെങ്കിൽ അല്പം ശരീരത്തിന്റെ ഭാഗങ്ങൾ എവിടെങ്കിലൊക്കെ കത്തിക്കുക, അല്ലെങ്കിൽ കത്തിയെടുത്തിട്ട് എവിടെങ്കിലൊക്കെ ഒന്ന് മുറിയാക്കുക. ഇങ്ങനൊക്കെ ഉണ്ടല്ലോ ചെയ്യുന്നത്. ഇതും ശരീരത്തോട് ചെയ്യുന്ന ക്രൂരതയാണ്, ചെയ്യാൻ പാടില്ല. വിശ്വാസികൾ സ്വന്തം ശരീരത്തെയും മറ്റുള്ളവരുടെ ശരീരത്തെയും മാനിക്കുന്നവരാണ്. വലാ യസ്നൂൻ, അവര് സിന ചെയ്യുന്നവരും അല്ല. വേശ്യാവൃത്തിയും എത്രയാണ് പെരുകി വരുന്നത്. സഹോദരങ്ങളെ, ലൈസൻസ് നമുക്കതിന് ഹലാലായ മാർഗം അല്ല. ആരെങ്ങനെ ഉത്തരവിട്ടാലും ശറഇന്റെ ഉത്തരവിനെ മറികടക്കുന്ന ഒരു ഉത്തരവ് മുസ്ലിമിനില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട മാർഗമാണത്. അത് അടിസ്ഥാനപ്പെടുത്തിയാ ചെയ്തത് എന്ന് പറയാൻ നമുക്ക് ന്യായം ഇല്ല. ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ടല്ലോ, ആ വിധി അനുസരിച്ചുകൊണ്ടാ ഞാൻ ചെയ്തത്. അതുകൊണ്ട് അല്ലാഹു തആലയും ആ വിധി കേൾക്കുന്നവനല്ലേ, അല്ലാഹ് എന്നെ ശിക്ഷിക്കൂലല്ലോ എന്ന് കരുതി പോകരുത്. അല്ലാഹു തആലാന്റെ നിയമങ്ങൾക്ക് മുസ്ലിമായ മനുഷ്യൻ എപ്പോഴും സ്വീകാര്യത കൊടുക്കുകയും അതിന് സൗന്ദര്യം നൽകുകയും വേണം. അല്ലാഹുവിന്റെ അടിമകൾ വലാ യസ്നൂൻ, അവരൊരിക്കലും വ്യഭിചരിക്കൂല.
ഇപ്പോ തെറ്റ് കൂമ്പാരങ്ങളുടെ കുറ്റങ്ങളുടെ വലിയ വലിയ തരങ്ങളാണ് എണ്ണിയത്. നോക്ക് നിങ്ങൾ, ഇതിലൊരു തർത്തീബുണ്ട്, ഇതിലൊരു ഒരു സൗന്ദര്യമുണ്ട്. ഈ എണ്ണിയതില് ഏറ്റവും വലിയ കബീറത്തായ ശിർക്കാണ് ആദ്യം എണ്ണിയത്. അതിനുശേഷം കണ്ടില്ലേ എണ്ണിയത് ഖത്ലുൻ നഫ്സാണ്, കൊലപാതകം. ശേഷം എണ്ണിയത് കണ്ടില്ലേ സിനയാണ്. ഫിഖ്ഹിന്റെ കിതാബ് മറിച്ചു നോക്കിയാലും നമുക്ക് ഇങ്ങനെ തന്നെ തർത്തീബ് കാണാം. ഇത് വളരെ ഗൗരവമേറിയ സംഗതിയാണ്. അല്ലാഹുവിന്റെ താക്കീതാണ് പിന്നെ വരുന്നത്. ഇതാരെങ്കിലും ചെയ്താൽ ആ വലിയ കുറ്റങ്ങൾക്കുള്ള പ്രതികാരം അവൻ അനുഭവിക്കേണ്ടി വരും, അവൻ നേരിടേണ്ടി വരും. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ. തൗബ ചെയ്ത് മടങ്ങിയാൽ മാത്രം പോരാ, തൗബ ചെയ്തിട്ട് വിശ്വാസം അർപ്പിക്കുകയും വഅമില അമലൻ സ്വാലിഹാ, പിന്നെ ജീവിതം നന്നാക്കി നല്ല അമലും ചെയ്ത ആളുകൾ ഒഴികെ. തൗബ ചെയ്തിട്ട് അല്ലാഹ് പുറത്തു തന്നു എന്ന് മാത്രം കരുതിയാ പോരാ. തൗബ ചെയ്തു, വിശ്വാസം ഊട്ടിയുറപ്പിച്ചു, കർമ്മങ്ങൾ നന്നാക്കി. മൂന്നും ഉണ്ടോ? ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ ദുശ്ചെയ്തികൾക്ക് അല്ലാഹു തആല നന്മകളെ പകരമാക്കി കൊടുക്കും. നല്ല കട്ടിയും കനവുള്ള തൗബ ചെയ്താൽ, പിന്നെ ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്താൽ, ഇവിടെ ചെയ്ത കുറ്റങ്ങളില്ലേ ആഖിറത്തിലെത്തി നോക്കുമ്പോ ആ സ്ഥാനത്ത് നന്മകളെ കാണാം. അങ്ങനല്ലേ തഫ്സീറിൽ പഠിപ്പിച്ചത്? യുക്രിമുഹുമുല്ലാഹു ഫിൽ ആഖിറതി. ആഖിറത്തിൽ അല്ലാഹു അവർക്ക് ആദരവ് നൽകും. ഫയജഅലു മകാന സയ്യിആതി ഹസനാത്ത്. സയ്യിഅത്തിന്റെ സ്ഥാനത്ത് അല്ലാഹു നന്മകൾ വെച്ചു കൊടുക്കും. കിതാബ് ഇങ്ങനെ തുറക്കുമ്പോ എന്തോ ഒരു വായിക്കാൻ തിരിയാത്ത കോലത്തിൽ എന്തോ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ സയ്യാത്താന്ന് പറയുമ്പോ മുഅ്മിനായ മനുഷ്യന് പേടിക്കുമ്പോ അല്ലാഹു തആല പറയാണ്, ഞാൻ നിനക്ക് നിന്റെ ആ ഒരു തൗബ കാരണം അതൊന്ന് നിനക്കൊണ്ട് വായിപ്പിച്ച് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ അടയാളം നിനക്ക് കാണിച്ചു തരാൻ. അതിന്റെ സ്ഥാനത്ത് നിനക്ക് ഇഷ്ടം പോലെ ഹസനാത്ത് ഞാൻ പകരമാക്കി തന്നിട്ടുണ്ട്. അത് ഒരു തഫ്സീറാണെങ്കിൽ ചില മഹാന്മാര് അവിടെ എഴുതിയ തഫ്സീർ കാണാം. ഞാനൊക്കെ കൂടി വായിക്കല്ല, സമയം പരിമിതമായതുകൊണ്ട്. തൗബ ചെയ്ത് നന്നായി കഴിഞ്ഞാൽ എത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിന് പകരം നന്മ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു ഇവിടെ തന്നെ തരുന്നു. യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത് എന്നല്ലേ പറഞ്ഞത്? അല്ലാഹു തആലാന്റെ വാക്കിൽ ഇപ്പൊ ദുനിയാവിൽ ആഖിറത്തിൽ ഇല്ലല്ലോ. അപ്പോ തബ്ദീൽ ഇവിടെ തന്നെയാണ്. അയാൾ അതൊക്കെ തിരുത്തിയിട്ട് നന്നായിട്ട് കഴിഞ്ഞ കാലത്തുള്ള വീഴ്ചകളൊക്കെ പൊറുക്കുന്ന രൂപത്തിൽ ഒരുപാട് നന്മകൾക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കും. അപ്പൊ അതിന് മാത്രം അയാൾക്ക് അമലിന് അവസരങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നു. തൗബ ചെയ്താലും അങ്ങനെ തന്നെയാണോ നമ്മൾ മനസ്സിലാക്കുന്ന? ഈ തൗബ ചെയ്താല് പരത്തി പറയണം തൗബ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ടെന്ന് അല്ലല്ല. തൗബ വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. തൗബ നന്നാക്കി ചെയ്തു നോക്കൂ സഹോദരങ്ങളെ, സഹോദരിമാരെ, പിന്നുള്ള ജീവിതം നന്നായി കിട്ടുന്നല്ലേ അള്ളാഹു പറഞ്ഞു. ഭക്ഷണാകട്ടെ, ആരോഗ്യാകട്ടെ, മനസ്സിന്റെ സ്വസ്ഥത ആകട്ടെ, ഒക്കെ നന്നായി കിട്ടുന്ന. തൗബ ചെയ്താലുള്ള നേട്ടം എന്താ? യുമത്തിഉക്കും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ. അള്ളാഹു തൗബന്റെ ഫലം പറഞ്ഞതാ. നിങ്ങൾ തൗബ ചെയ്താൽ യുമത്തിഉക്കും, അള്ളാഹു നിങ്ങൾക്ക് സുഖജീവിതം തരും. മതാഅൻ ഹസനൻ, നല്ല സുഖം അള്ളാഹു നിങ്ങളെ സുഖിപ്പിക്കും. ഇലാ അജലിൻ മുസമ്മാ, നിശ്ചയിക്കപ്പെട്ട അവധി വരെ. എത്ര കാലം മരിക്കാനുണ്ട് അതുവരെ നല്ല അമലുകൾക്ക് തൗഫീഖ് കിട്ടും. കണ്ടില്ലേ നിങ്ങൾ ചില ആളുകളൊക്കെ 4-5 കൊല്ലൊക്കെ അങ്ങോട്ട് നന്നായിട്ട് നിസ്കാരങ്ങളാകട്ടെ സംസാരങ്ങളാകട്ടെ നിയന്ത്രിച്ച് സ്വഭാവങ്ങളിലൊക്കെ ചേഞ്ച് വരുത്തിയിട്ട് അവർക്ക് അല്ലാഹു കൊടുത്തൊരു നല്ല അവസരമാണ്. ആ അവസരം മുതലാക്കിയിട്ട് പിന്നെ അഴുക്കുകളോ ചേറുകളോ വൈകല്യങ്ങളോ വരാതെ നല്ല നിലയിലങ്ങ് മരിച്ചു പോകുന്നു. ഇലാജലിൻ മുസമ്മാ യുമത്തിഉക്കും മതാഅൻ ഹസനൻ. ശരീരത്തിന്റെ ആരോഗ്യം, ആഫിയത്ത്, ഇബാദത്ത്, തഖ്വ, ഇതൊക്കെ അല്ലാഹു തആല ഏറ്റി തരാൻ വലിയ മാർഗമാണ് തൗബ. അതാണ് തൗബയെ പിന്തിക്കണ്ടെന്ന് പറയാൻ കാരണം. നിങ്ങൾ നോക്കി, ഇവിടെ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസന. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നാളെ അവസാനം എനിക്കറിയും
ജഹന്നമിൽ നിന്ന് അവസാനം സ്വർഗത്തിലേക്ക് പുറത്തു പോകുന്ന ആള്. പിന്നാരും സ്വർഗത്തിലേക്ക് പോകൂല. പിന്നെ അവിടെ ഉള്ളവര് അവിടെ, സ്വർഗത്തിലുള്ളവര് സ്വർഗത്തിൽ. അങ്ങനെ തീരുമാനം വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണത് റജുലുൻ, ഒരാളാണ്, യൂതാ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാൾ റബ്ബിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും. അല്ലാഹു തആല അയാളോട് പറയും, അരിളു അലൈഹി സിഗാറ ദുനൂബിഹി, മലക്കുകളെ അയാൾ ചെയ്ത ചെറുദോഷങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. വർഫഉ അൻഹു കിബാറഹാ, വലുതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കി. വൻകുറ്റങ്ങളുണ്ട്, അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കി. ചെറുതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്, ചെറുദോഷങ്ങൾ കാണിച്ചു കൊടുക്കും. അപ്പൊ ഈ ചെറുദോഷങ്ങൾ ഇങ്ങനെ വെളിവാകുമ്പോ അല്ലാഹു തആല ചോദിക്കും, അമിൽത യൗമ കദാ വ കദാ, അത് ഇന്നാലിന ദിവസം ചെയ്തതന്നല്ലേ? ആ മനുഷ്യൻ പറയും, നഅം, അതെ. ലാ യസ്തതിഉ അൻ യുൻകിറ, നിഷേധിക്കാൻ അവന് സാധിക്കൂല. വഹുവ മുശ്ഫിഖുൻ മിൻ കിബാരി ദുനൂബിഹി, അയാൾ ചിന്തിക്കുന്ന എന്താണെന്നറിയോ? പടച്ചോനെ, ഇതൊക്കെ ചെറുതാണല്ലോ ഞാൻ ഇതിൽ കാണുന്നത്, ഇതിന്റെ അപ്പുറം ഞാൻ ചെയ്ത വലുതുണ്ടല്ലോ, അതെങ്ങാനും വെളിവാകുമോ? ചെറുത് ഓരോന്നും അല്ല ചോദിക്കുന്ന, പേജിലുള്ള ചെയ്തില്ലേ? ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പേജ് മറിക്കൂ, അതിലുള്ളത് ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ മനുഷ്യന്റെ മനസ്സിലുള്ളൊരു പേടി, ഇതൊക്കെ ചെറുതാണല്ലോ റബ്ബേ കാണിക്കുന്നത്, വലുത് കാണിച്ചാൽ ഞാൻ കുടുങ്ങിപ്പോകുമല്ലോ, നരകത്തിൽ പോകേണ്ടി വരുമല്ലോ, ഇനിയും നരകത്തിൽ എനിക്ക് കടക്കേണ്ടി വന്നാൽ പിന്നെ രക്ഷ കിട്ടൂലല്ലോ. സ്വർഗത്തിലേക്ക് അയാളെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുമ്പോ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ അല്ല കാണിച്ചു കൊടുക്കാണ്. അതിന്റെ ആദ്യ പടിയായിട്ട് ചെറുദോഷങ്ങൾ അങ്ങനെ കാണിച്ചിട്ട് ചോദിക്കാണ്, അമിൽത കദാ ഫീ യൗമി കദാ വ കദാ, ഇന്നാലിന്ന ദിവസം ഇങ്ങനെ നീ ചെയ്തില്ലേ? ഓരോന്നും വേണ്ടി ചോദിക്കുമ്പോ അതെ അതെ എന്ന് പറയുന്നു. അപ്പൊ അല്ലാഹു തആല മനുഷ്യനോട് പറയുന്നത്, വലുത് വെളിവാകരുത്, വെളിവാകരുത് എന്നൊരു പേടിയോടെയാണ് ഇതിലേക്ക് നോക്കുന്നത്. ചെറുതാണല്ലോ ഇപ്പൊ കണ്ടത്, ഞാൻ ഇങ്ങനെ ഓരോ പേജിലും കാണുന്ന അതാണ്. അപ്പൊ അയാളോടൊരു മറുപടി, ഫഇന്ന ലക മകാന കുല്ലി സയ്യിഅത്തിൻ ഹസനാ, നിനക്ക് എല്ലാ തിന്മയുടെയും സ്ഥാനത്ത് ഓരോ നന്മ വെച്ച് തരാം. തിന്മയുടെ സ്ഥാനത്ത് നിനക്ക് നന്മ വെച്ച് തരാം. അല്ലാഹു തആലാന്റെ വലിയ റഹ്മത്താണ്. ആ റഹ്മത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നരകം തൊടാതെ സ്വർഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാർ അല്ലാഹു പെടുത്തി തരട്ടെ. ഇത് പറയുമ്പോ ആ മനുഷ്യന് ചെറിയൊരു പ്രതീക്ഷ വന്നല്ലോ. കാരണം തിന്മയുടെ സ്ഥാനത്ത് ഇപ്പൊ കാണുന്ന ആ പേജിൽ കാണുന്ന തിന്മയുടെ സ്ഥാനത്ത് ഓരോന്നിന്റെ സ്ഥാനത്തും അല്ലാഹു നന്മ വെച്ച് തരാമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ ചോദിക്കാണ്, യാ റബ്ബ്, ഖദ് അമിൽതു അശ്യാ അലാ അറാഹാ ഹുനാ, ഞാൻ വേറെ കുറെ സംഗതി ചെയ്തിട്ടുണ്ടല്ലോ ദുനിയാവിൽ, ഇവിടെ ഞാനത് കാണുന്നില്ലല്ലോ. വൻകുറ്റങ്ങളാ ചോദിക്കുന്നത്. അള്ളാഹു പുറത്തു തന്നാൽ വലിയ സലാമത്താണ്. ഇത് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അതിന്റെ ഇടയിൽ വെച്ചിട്ട് അല്ലാഹു തആല അവന്റെ റഹ്മത്തൊന്ന് ബോധ്യപ്പെടുത്തിയിട്ട് സയ്യത്തിന്റെ സ്ഥാനത്ത്, തിന്മയുടെ സ്ഥാനത്ത് നന്മ വെച്ചു കൊടുത്തിട്ട് ആ മനുഷ്യൻ രക്ഷപ്പെടാൻ ഏകദേശം ഒക്കെ ആയി എന്ന് കാണുമ്പോ ചോദിക്ക, പടച്ചോനെ, ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിവിടെ കാണുന്നില്ലല്ലോ. ഇത് പറഞ്ഞപ്പോഴാണ് ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിരിച്ചു. ഹത്താ ബദത് നവാജിദുഹു, അവിടുത്തെ ഉളിപ്പല്ലുകൾ വെളിവാകുന്ന രൂപത്തിൽ തങ്ങൾ സന്തോഷം കൊണ്ട് ചിരിച്ചു. അപ്പോൾ അല്ലാഹു തആല മനുഷ്യനോട് പറയുന്നത്, ഈ ചെറുതിന്റെ സ്ഥാനത്ത് നന്മ വെച്ച് തന്നിട്ടുണ്ട്, വലുതൊക്കെ ഞാൻ നിനക്ക് മാപ്പാക്കിയിട്ടുണ്ട്. ആ മനുഷ്യൻ നരകത്തിൽ കടന്ന് ശിക്ഷ അനുഭവിച്ചു സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്. സഹോദരങ്ങളെ, തൗബ ചെയ്താലോ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, തിന്മകൾക്ക് പകരം അല്ലാഹു നന്മകളെ വെച്ചു തരുന്നു. ബുദ്ധിമോശം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ദേഹേച്ഛയ്ക്ക് വഴിപ്പെട്ടുകൊണ്ടോ പിശാചിന്റെ ചാബല്യങ്ങൾക്ക് നിന്നുകൊടുത്തുകൊണ്ടോ കുറ്റകൃത്യങ്ങളിൽ അഭിരമിക്കുന്നവർ അതിൽ നിന്ന് മാറിയിട്ട് ഞാനൊന്ന് നന്നാകട്ടെ എന്ന് ചിന്തിച്ച് മുന്നോട്ട് വരുമ്പോ ഇഖ്ലാസോടെ മുന്നോട്ട് വരുന്ന ആളാണെങ്കിൽ അവൻ ഏറ്റവും വലിയ സഹായം ചെയ്യുന്നവൻ അല്ലാഹുവാണ്. ഏറ്റവും വലിയ സഹായം ചെയ്യുന്നവൻ അല്ലാഹുവാണ്. റബ്ബ് തആല തൗബ സ്വീകരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടം അതല്ലേ?
ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സ്വാലിഹാ. തൗബ ചെയ്ത് നല്ലോണം വിശ്വാസമർപ്പിച്ച് സുഹൃതങ്ങളുമായി മുന്നോട്ട് നീങ്ങിയാൽ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ദുഷ്കർമ്മങ്ങൾക്ക് പകരം അല്ലാഹു നന്മകളെ പകരമാക്കി തരുന്നു. അതിന് ആഖിറത്തിൽ അങ്ങനെ കാണിച്ചു തരുമെന്നും ദുനിയാവിൽ അല്ലാഹു ഏറെ തൗഫീഖും തരുമെന്ന് രണ്ടും പറയാം. തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകൾ ഇനി നന്മകൾ ചെയ്യാൻ വേണ്ടി ദ്വാരക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേണപേക്ഷിക്കുന്ന സമയത്ത് ഒരുപാട് നന്മകൾക്ക് തൗഫീഖിന് വേണ്ടി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരുന്നു. വലിയ അവസരം സന്തോഷം കിട്ടിയ മഹാന്മാരുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, യുവത്വകാലം മുഴുവനും കൗമാരപ്രായവും നിബിതങ്ങളെ വിരോധിയായി നടന്നിരുന്ന ആളല്ലേ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. മക്ക വിജയത്തിന് ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്ന് കണ്ടു. തങ്ങളെ മുന്നിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയപ്പോ ഇക്രിമന്റെ മനസ്സ് വല്ലാതെ വിങ്ങിപ്പൊട്ടിപ്പോയി. കരഞ്ഞുകൊണ്ട് ഇക്രിമ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഉപ്പയുള്ള സമയത്ത് ഉപ്പാനോട് ചേർന്നും ശേഷം സ്വന്തമായും ജീവിതത്തിന്റെ നല്ല പ്രസരിപ്പാർന്ന സമയങ്ങൾ മുഴുവനും അങ്ങേക്ക് എതിരെയും സഹാബത്തിനെതിരെയും നീക്കിയ ആളാണ് ഞാൻ. ശിഷ്ടകാല ജീവിതത്തിൽ എനിക്കൊരുപാട് ഖിദ്മത്ത് ചെയ്യണം, അതിന് തങ്ങളൊന്ന് ദുആ ചെയ്യണേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നടത്തു. ഇക്രിമക്ക് അവസാനം ഇക്രിമ നീങ്ങുന്നത് യർമൂക്ക് യുദ്ധത്തിൽ ഷഹാദത്ത് സ്വീകരിച്ചുകൊണ്ടാണ്. യർമൂക്ക് യുദ്ധത്തിൽ ഇക്രിമ റളിയല്ലാഹു അൻഹു ഷഹീദായി പിരിയുമ്പോ ദീനിന് വേണ്ടി ഷഹീദാകാൻ കിട്ടിയ ഒരു അവസരം ചെറുതല്ല. ശേഷമുള്ള കാലം മുഴുവനും വളരെ സജീവമായി പ്രവർത്തിച്ച് സ്വഹാബത്തിന് വലിയ പിന്തുണ നൽകി ആത്മധൈര്യത്തോടെ മുന്നേറിയ ഇക്രിമക്ക് അല്ലാഹു തആല കൊടുത്ത വലിയൊരു തൗഫീഖാണ്. നേരത്തെയുള്ള സയ്യിആത്തൊക്കെ മാറിയിട്ട് ഹസനാത്തിന് ഒരുപാട് അവസരങ്ങൾ അല്ലാഹു നൽകിയത് ചെറുതല്ല, വളരെ വലിയ അവസരമാണ്. അതുകൊണ്ട് കുറ്റകൃത്യങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് തൗബ നൽകുമാറാകട്ടെ. പശ്ചാത്താപ ബോധത്തോടെ അല്ലാഹുവിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും നന്നാക്കി ഏറ്റുപറയണം. ഓരോരുത്തരും അതിനു വേണ്ടിയുള്ള സമയങ്ങൾ തയ്യാറാകണം. മനുഷ്യന്മാര് തൗബയിൽ നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല. തൗബന്റെ പ്രാധാന്യം ഒന്നുകൂടി ഊന്നിപ്പറഞ്ഞ് ശേഷമുള്ള ആയത്തിൽ നോക്ക് നിങ്ങൾ അല്ലാഹു പറയുന്നത്, വകാന അല്ലാഹു ഗഫൂറുർ റഹീമ, അല്ലാഹു കൂടുതൽ പൊറുക്കുന്നവനും കൂടുതൽ കരുണാവാരിധിയുമാണ്. അല്ലാഹു പൊറുക്കൂല, അല്ലാഹു അയാൾക്കൊന്നും പൊറുക്കൂല, ഒന്നും പൊറുക്കൂല. അല്ലാഹു തആല ഒരു നിലക്കും ഇനി അയാൾക്ക് റഹ്മത്തും കൊടുക്കൂല എന്ന് നമുക്ക് വിധി എഴുതാൻ പറ്റൂല ഒരാളെ പറ്റി. കാരണം ഗഫൂറും റഹീമും അല്ലാഹു തആലയല്ലേ. അവന്റെ മഗ്ഫിറത്ത് എത്ര വിശാലമാണ്, അവന്റെ റഹ്മത്ത് എത്ര വിശാലമാണ്. ഏതെങ്കിലൊക്കെ ഒരു ഗുണം, എന്തെങ്കിലുമൊക്കെ ഒരു നല്ല മനസ്സ് മുന്നോട്ട് നിന്നിട്ട് റബ്ബ് തആല എത്ര വലിയ വിട്ടുവീഴ്ച കൊടുക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, മുമ്പ് കാലത്ത് ജീവിച്ച ഒരു കച്ചവടക്കാരനെ പറ്റി. ആ കച്ചവടക്കാരൻ മക്കളെ വിളിച്ചിട്ട് പറയും, ഒരു കച്ചവടം നിർത്തി മക്കളെ ഏൽപ്പിച്ചു, ഇനി നിങ്ങൾ നടത്തി. മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ കച്ചവടം ചെയ്ത പോലെ നിങ്ങൾ ചെയ്യണം. അതെങ്ങനെ വാപ്പ? എന്റെ വക്കൽ നിന്ന് വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുപോകുന്ന ആള് വളരെ പാവപ്പെട്ട, ഒന്നിനും കഴിയാത്ത ആളാണെങ്കിൽ, വാങ്ങിക്കൊണ്ടുപോയാൽ അങ്ങനത്തെ ആളാണെന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പോ ഞാൻ അയാളോട് തരണ്ടെന്ന് പറയും. കാശ് തരണ്ട. എത്ര വലിയ സ്വതക്കേണത്! ഒന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയാല്, വസ്തുവകകൾ വാങ്ങിക്കൊണ്ടുപോയൊരു മനുഷ്യന് അയാള് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ചരക്കുകൾക്ക് ഇനി നിങ്ങൾ വില തരണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ ധർമ്മാണോ അത്? തരാൻ കഴിവുള്ള ആളോടാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ 1-2 മാസം കഴിഞ്ഞിട്ട് തന്നേക്കണം കേട്ടോ. രണ്ടു കൂട്ടർക്കും എളുപ്പല്ലേ? കഴിവുള്ള ആൾക്കും എളുപ്പം ചെയ്തു, തീരെ കഴിയാത്തവർക്ക് വല്ലാത്തൊരു ഔദാര്യം ചെയ്തു, ഒരു ധർമ്മം ചെയ്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ, ഈ ഒരു വിട്ടുവീഴ്ച കാരണം മരിച്ചുപോയപ്പോ തജാവസല്ലാഹു അൻഹു, മുഴുവനും അല്ലാഹു വിട്ടുകൊടുത്തു. കാരണം അവന്റെ മഖ്ലൂഖാത്ത്, അവന്റെ അടിമകളോട് വിട്ടുവീഴ്ച കാണിക്കുന്ന ആൾക്ക് അല്ലാഹു വിട്ടുവീഴ്ച കൊടുക്കൂലേ? എല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. എന്തൊക്കെ അയാൾക്കുണ്ടോ ഒക്കെ അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു.
അള്ളാഹു വലിയ റഹീമാണ്, റഹ്മാനാണ്, വലിയ റഹ്മത്തുള്ളവനാണ്, വലിയ മഗ്ഫിറത്തുള്ളവനാണ്. ശേഷം നോക്കൂ നിങ്ങൾ, അവിടെ തന്നെ തൗബനെ പറ്റി ഒന്നുകൂടി പറയുന്നു. വമൻ താബ വഅമില സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. തൗബ ചെയ്ത് മടങ്ങി നന്നാകുന്നവൻ ജനങ്ങളെ അവൻ അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ അവനെ കുറ്റം പറയരുത്. തൗബ ചെയ്ത് നന്നാകുന്നവൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ, അള്ളാഹുവിലേക്കാണ് അവൻ മടങ്ങുന്നത്. ആ മടക്കത്തിൽ നമ്മൾ അവനെ വിമർശിക്കരുത്. കുറ്റം ചെയ്തിട്ടുണ്ട്, പക്ഷേ തൗബ ചെയ്ത് നന്നാകുമ്പോ ആ മനുഷ്യന്റെ മനസ്സും മനുഷ്യന്റെ ശരീരവും റബ്ബിലേക്കാണ് മടങ്ങുന്നത് എന്ന് നമ്മൾക്ക് ബോധം വേണം. അയാൾ ആ ചെയ്തത് നല്ല രൂപത്തിലാണോ, അള്ളാഹു മാപ്പ് കൊടുത്ത് നന്നാക്കിയാൽ നമുക്കവിടെ ഒന്നും പറയാനില്ല. മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഹദ്ദടിക്കുന്ന നേരത്ത് കല്ലുകൊണ്ട് ഏറ് വന്ന് ശരീരത്തിൽ ഇങ്ങനെ കൊള്ളുമ്പോ രണ്ട് സ്വഹാബിമാർ അപ്പുറത്തുനിന്ന് ഇങ്ങനെ പതുക്കെ സംസാരിച്ചു. ഈ മായിസിന് ഇതൊന്നും മറച്ചു വെച്ചൂടായിരുന്നില്ലേ? നബി തങ്ങളെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ ഈ ശിക്ഷയിൽ കണ്ടി വന്നത്? പറഞ്ഞവര് പറഞ്ഞു ഹത്താ റുജിമ റജ്മൽ കൽബ്. കണ്ടില്ല, നായനെ എറിയുമ്പോൾ എറിഞ്ഞില്ലേന്ന്. ഈ സംസാരം ഇങ്ങനെ കേട്ടിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തൗബയിലല്ലേ അള്ളാഹുവിന്റെ ഹദ്ദ് ഏറ്റുവാങ്ങുന്നത്. വൈകല്യം സംഭവിച്ചു പോയി, ശരിയാണ്, പക്ഷെ അതിന്റെ മറുപുറം കാണണം. ആ മനുഷ്യന് ചാൻസ് ഇല്ല അറിയാൻ പറ്റുമോ? ഇനിയൊരു പഴുതും ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയരുത്. ഇനിയൊരു ചാൻസ് അയാൾക്കില്ല എന്ന് പറയരുത്. നമ്മളല്ലല്ലോ പടച്ചതാരെയും, നമ്മളല്ലല്ലോ സംവിധാനിച്ചാരെയും, യജമാനനായ റബ്ബല്ലേ. ഏറ് വന്നപ്പോ രണ്ടാൾക്കാരങ്ങനെ സംസാരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും അത് പിടിച്ചില്ല. തങ്ങളത് കഴിഞ്ഞൊരു യാത്ര പോകുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ ആ രണ്ടാൾക്കാരെ പേരെടുത്ത് വിളിച്ചു, ഇവിടെ വരുന്നു. രണ്ട് സഹാബിമാർ ഒരു കുഴി കാണിച്ചെടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് അത് അതിന്റെ അടിയിൽ എന്തോന്ന് കാണുന്നുണ്ട്, അതെടുത്ത് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അവരിങ്ങനെ നോക്കുന്ന സമയത്ത് നബിയെ ഇന്നഹാ ജീഫത്തു ഹിമാരിൻ, അതൊരു കഴുതന്റെ ശവല്ലേ? അല്ലെങ്കിൽ തന്നെ കഴുതൻ ആരും അങ്ങനെ തിന്നരുത്, കഴുതന്റെ ശവം കൂടിയല്ലേ, ശവല്ലേ നബിയത്, അതാരോ തിന്നോ? നിങ്ങൾക്ക് നല്ലത് അതാണ്. എന്താ നിങ്ങൾ മായിസ് ഇബ്നു മാലിക്കിനെ പറ്റി പറഞ്ഞത്? ശരീരത്തിൽ ഏറ് വന്നു വീഴുമ്പോ നിങ്ങളെന്താ പറഞ്ഞത്? മായിസിന്റെ തൗബന്റെ കനവും കട്ടിയും നിങ്ങൾക്കറിയുമോ? ലഖദ് താബ തൗബതൻ ലൗ ഖുസിമത് ബൈന അഹ്ലിൽ മദീനതി ലവസിഅതുഹും. മായിസ് റളിയല്ലാഹു അൻഹു ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ആ തൗബന്റെ വിശാലത അറിയുമോ? മദീനക്കാർക്കിടയിൽ ആ തൗബൊന്ന് വിതരണം ചെയ്താൽ ലവസിഅതുഹും, എല്ലാവർക്കും ഒറ്റ തൗബ മതി. അത്ര വലിയ തൗബയാണ് മായിസ് ഇബ്നു മാലിക് തങ്ങൾ ചെയ്തത്. നിങ്ങൾ മാപ്പാക്കണം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണം, മായിസ് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പൊ മായിസ് എവിടെയാണ് എന്ന് നിങ്ങൾക്കറിയുമോ? വഇന്നഹു ഫീ അൻഹാരിൽ ജന്നതി യൻഗമിസു ഫീഹാ. ഞാൻ ആ മായിസ് ഇബ്നു മാലിക് തങ്ങളെ കാണുന്നത് സ്വർഗത്തിന്റെ നദികളിൽ മുങ്ങിക്കുളിക്കുന്നു. നിങ്ങളെ ദൃഷ്ടിയിൽ എന്താണ് മായിസിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയത്? അതുകൊണ്ട് വമൻ താബ വഅമില സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബാ. തൗബ ചെയ്ത് നന്നാകുന്ന മനുഷ്യൻ പിന്നെയും അവനെ വേട്ടയാടാൻ പോകരുത്. അവന്റെ പഴയകാലത്തെ വൈകല്യങ്ങൾ പറഞ്ഞിട്ട് കുത്തുവാക്ക് പറയരുത്. പിന്നെയും അതിന്റെ പേരിൽ അപഹസിക്കരുത്, പരിഹസിക്കരുത്, അവന്റെ ഖൈറ് മുടക്കരുത്. അവനിപ്പോ നന്നായിട്ടില്ലേ? തൗബ ചെയ്ത് നന്നാകുന്നവൻ ആരിലേക്കാ മടങ്ങുന്നത്? ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബാ. അവൻ അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്. അതുകൊണ്ട് പഴയകാലത്തെ ജീവിതത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞ് അവന് കിട്ടുന്നൊരു ഖൈറും നിങ്ങൾ മുടക്കരുത്. സഹോദരങ്ങളെ, ചില നാട്ടിലൊക്കെ അങ്ങനെയുണ്ട്. വിശദമായി പറയാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല. അദ്ദേഹം കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് മൂലമോ മറ്റോ നടന്നിട്ട് മദ്യപിച്ച് നടന്ന ആളാണ് എന്ന് കരുതിക്കോളൂ. പിന്നെ അയാള് മക്കളൊക്കെ ആയി, ബോധമൊക്കെ വന്ന് അയാൾ നന്നായി, ഒരു പ്രശ്നമില്ല, നല്ല ജീവിതത്തിന്റെ ഉടമയായി, നമ്മുടെ ദൃഷ്ടിയിൽ നല്ലത് ചെയ്യുന്ന, നല്ലതിന് സഹകരിക്കുന്ന ആളായി. 10-20 കൊല്ലം കഴിഞ്ഞിട്ട് അയാളെ മകൾക്കൊരു അന്വേഷണം വന്നപ്പോ ജീവിച്ചിരിക്കുന്ന ഒരു കാരണവര് പറയാണ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അയാൾ മുഴുകുടിയനായിരുന്നു.
നഊദു ബില്ലാഹി മിൻ ദാലിക്. ആ മനുഷ്യന്റെ തൗബയും ആ മനുഷ്യൻ നന്നായതും ഒന്ന് കാണാനും നോക്കാനും ഇയാൾക്ക് കഴിയുന്നില്ലല്ലോ. ഇപ്പയാളെ ഹാൽ എന്താന്ന് പറഞ്ഞാൽ പോരെ, ഇപ്പയാൾ എങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെയുണ്ട് ചില ആളുകൾ, നന്നായ ജീവിതത്തിലേക്ക് നോക്കാൻ അവർക്ക് കഴിയില്ല. പഴയ കാലത്തെ ഏതെങ്കിലും എച്ചിലുകൾ പെറുക്കിയിട്ട് അതിന്റെ പിന്നാലെ തൂങ്ങിയിട്ട് അത് എല്ലാ കാലത്തും കാത്തു സൂക്ഷിച്ചിട്ട് അത് വെച്ചുകൊണ്ട് ഖൈറ് മുടക്കുന്ന ആളുകളുണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു സബീലും പെടരുത്. നന്നായി കഴിഞ്ഞാൽ ഒരാൾ അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്, പിന്നെ അവനങ്ങ് വിട്ടേക്കണം. അവനും അള്ളാഹുമായിട്ടേക്കോട്ടെ. അവന്റെ ഇറച്ചി തിന്നാനോ അവന്റെ കുറ്റം പറയാനോ പഴയകാല ജീവിതം പെറുക്കാനോ നമ്മളാരും അതിന് അർഹരല്ല, അയോഗ്യരല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മ ചെയ്ത ആളുകൾക്ക്, നന്മ ചെയ്ത നന്നായവർക്ക് എത്ര മഗ്ഫിറത്തും എത്ര വെളിച്ചവും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നന്മകളൊന്നും അസ്തമിച്ചു എന്ന് കരുതരുത്, ഇപ്പോഴും ഉണ്ടത്. അതുകൊണ്ട് വലിയ കുറ്റങ്ങളിൽ വലിയ തെറ്റുകൾ സംഭവിച്ചു പോയെങ്കിൽ തൗബ ചെയ്ത് മടങ്ങണം. അങ്ങനെ മടങ്ങുന്നവരാണ് നല്ലവര്. അവർക്കൊരുപാട് ചാൻസുകളുണ്ട്. ഈ വക കുറ്റങ്ങളൊന്നും ഇബാദുർ റഹ്മാൻ ഉണ്ടാകൂല, അവരതിലേക്കൊന്നും പോകൂല. എന്നാൽ ഇനി പറയുന്നത് നോക്ക്, അതും നമുക്കില്ലാതെ രക്ഷപ്പെട്ട് കിട്ടണം. ഉസ്താദേ, ഞങ്ങളൊരാളെയും കൊന്നിട്ടില്ല, സ്വന്തം ആത്മഹത്യയിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ദിന ചെയ്തിട്ടില്ല, ശിർക്ക് തീരെ ചെയ്തിട്ടില്ല. ഇനി പറയുന്നത് ഉണ്ടാക്കരുത് കേട്ടോ. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ. അതിന് 7 തഫ്സീറുണ്ട്. ഞാൻ ഓരോന്നും വായിക്കാണ്, ശരിക്കും ശ്രദ്ധിച്ചു. എന്റെ വക തഫ്സീർ അല്ല, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ അദ്ദുറുൽ മൻസൂറിൽ കൊണ്ടുവന്ന തഫ്സീറാണ്. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ. എന്താണ് സൂർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? അവർ പങ്കെടുക്കൂല. സൂർ ശിർക്കിന് അവർ സാക്ഷ്യം വഹിക്കൂല. ശിർക്ക് നമ്മളതല്ല, ബഹുദൈവാരാധന അത് അവരുടേതാണ്. നമ്മൾ അതിന് പോയി പങ്കെടുക്കേണ്ട ആവശ്യം ഇല്ല. നമ്മളവിടെ പോയി ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യമില്ല, വിമർശിക്കേണ്ട ആവശ്യമില്ല. അവർ നിർത്തിയോട്ടെ, അവർക്ക് ഹക്ക് ബോധ്യപ്പെട്ടെങ്കിൽ വന്നോട്ടെ, അല്ലേ? നമ്മൾ അവരെന്ത് എതിർക്കാൻ പോണം? നമ്മളത് പോയി ചെയ്യാൻ പോണം. അവരതിന് സാക്ഷ്യം വഹിക്കൂല. ഒരു തഫ്സീർ. മറ്റൊരു തഫ്സീർ ഇബ്നു അബ്ബാസ് തങ്ങളുടെ തഫ്സീർ അഅയാദുൽ മുശ്രിക്കീൻ. ശരിക്കും ശ്രദ്ധിച്ചോളെ, അഅയാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ ആഘോഷങ്ങളിൽ അവർ പങ്കെടുക്കൂല. മുശ്രിക്കുകളുടെ ആഘോഷങ്ങളിൽ അവർ പങ്കെടുക്കൂല. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ. മുശ്രിക്കുകളുടെ ആഘോഷങ്ങൾ അവർക്കില്ലേ? മുമ്പ് അടിയുണ്ടായിട്ട് രണ്ടാൾ മരണപ്പെട്ടു പോയപ്പോ ഒരു പേര് കണ്ടപ്പോ വലിയ വിഷമം തോന്നി. അവരെന്തിനാ അവിടെ പോയി അടിയുണ്ടാക്കുന്നത്? അവരവിടുത്തെ കച്ചവടക്കാരും ആരും അല്ലല്ലോ, പിന്നെ എന്തിനാ അവരവിടെ പോയി അടിച്ചുണ്ടാക്കണം? അവരെ പണി നോക്കി പോയാൽ പറയും. അവരാഘോഷം അവർ നിർത്തിക്കോട്ടെ, നമ്മൾ എതിർക്കാൻ പോണം. ഇവരെന്തിനാ അവിടെ പോയി കച്ചറുണ്ടാക്കിയത്? മുശ്രിക്കുകളുടെ ആഘോഷങ്ങളിൽ അവർ സംബന്ധിക്കൂല. മൂന്നാമത്തെ തഫ്സീർ കണ്ടോളൂ. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ. കള്ളസാക്ഷ്യം വഹിക്കാൻ അവർ പോകൂല. അതെങ്ങനെങ്കിലും ചുളിവിൽ ഒരു സമ്പത്ത് കിട്ടാനാണെങ്കിലും ശരി, അതെ എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വസ്തുവക കിട്ടാനാണെങ്കിലും ശരി, കളവിന് സാക്ഷി നിൽക്കാൻ അവർ പോകൂല. കളവിന് സാക്ഷി നിൽക്കാനോ കൂട്ടു നിൽക്കാനോ അവർ പോകൂല. അത് മറ്റൊരാൾക്ക് സഹായത്തിന് വേണ്ടിയിട്ട് നീ ഒന്ന് വന്ന് ഒപ്പിട്ട് തന്നാൽ മതി. എന്താണ് പ്രശ്നം? അതേ ചെറിയൊരു സ്വത്തിന്റെ തർക്കമാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണോ? എനിക്കതിൽ വിധി അനുകൂലമായി കിട്ടുകയാണെങ്കിൽ ഏക്കർ കണക്കിനുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഒരു 10 സെന്റ് തരാം. 10 അല്ല 10 ഏക്കർ കിട്ടിയാലും ശരി, പോയിക്കൂടാ. കളവിന് സാക്ഷിയായി ഒപ്പിട്ട് കൊടുക്കാൻ പാടില്ല. പഠിക്കാത്ത ഡിഗ്രിക്ക് പഠിച്ചു എന്ന് ഒപ്പിട്ട് കൊടുക്കൽ കളവാണ്. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ. കാശും കൊടുത്തിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് കളവാണ്. ഞാൻ SSLC എഴുതിയിട്ടില്ല. SSLC നിയമപരമായി ചെറിയ തടസ്സമുണ്ട് ഇതായിരുന്നാണ്. ഇനിയും എഴുതാൻ പറ്റി എഴുതിട്ടോ, അത് പഠിക്കേണ്ട ഇൽമ തന്നെയാണ്. അല്ലാതെ മൂല്യന്മാർക്ക് ഇതിനോട് എതിർപ്പുണ്ട് എന്നല്ല. എന്റെ ദർശന കുട്ടികളൊക്കെ പഠിക്കില്ലേ SSLC +2 ഡിഗ്രി ഒക്കെ എതിർപ്പുണ്ട്. ഞാൻ അവരെ പഠിപ്പിക്കുമോ? ഞാനാകെ 4ാം ക്ലാസ്സിൽ സ്കൂൾ പോയി പിന്നെ ഇഫ്ദിലേക്ക് പോയത്. എനിക്ക് നഷ്ടം തോന്നില്ല. പക്ഷെ ഇത് എഴുതാൻ കിട്ടിയ ഇനിയും ഭാഗ്യമാണ്. ഇനിയും എഴുതാം. പ്രായമൊന്നുമില്ലല്ലോ, പഠനത്തിന് പ്രായമല്ലോ. ഇപ്പൊ ഇതിന് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ മുമ്പ് ദർസ് പഠിക്കുമ്പോൾ ശ്രമം നടത്തി നമ്മൾ ക്ലാസ്സിനൊക്കെ പോയിരുന്നു, ട്യൂഷൻ ക്ലാസ്. ലാസ്റ്റ് ആണ് അതിന് എഴുതാൻ പറ്റൂല. കാരണം ഇവിടെ അങ്ങനെ എഴുതണമെങ്കിൽ ഒരു 7ാം ക്ലാസ് കഴിയണ്ടേ.
അങ്ങനെ നിയമമുണ്ടല്ലോ, 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് വേണം എഴുതാൻ. അപ്പൊ ഞാൻ അതിന്റെ ഒരു പരീക്ഷ വേറെ എഴുതണം. അതിന് സമയം ഒത്തു വരാത്തതുകൊണ്ടാണ് 2 പരീക്ഷ എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പാസ്പോർട്ട് ഞാനൊന്ന് പുതുക്കാൻ പോയപ്പോ ഓഫീസിലുള്ള 2 ആൾക്കാർ എന്നോട് പറഞ്ഞു, ഞാൻ അവർക്ക് നല്ല വാദം കൊടുക്കാൻ സ്വഭാവമായത്, ഇരുന്നിട്ട് 1.5 മണിക്കൂർ നല്ല വാദം, ആണിനും പെണ്ണിനും 2 വാദം. അല്ലാതെ നമുക്ക് ദേഷ്യം തീരണ്ടേ? അവരോടൊപ്പം ദേഷ്യപ്പെട്ട് ചൂടായിട്ട് പറയാൻ പറ്റില്ല. വാദം കൊടുക്കല്ലേ, വേറെന്താ മാർഗം? ലാസ്റ്റ് അവരിനോട് ഉസ്താദെ പറഞ്ഞു മേലാട് ആരോടും പറയില്ല നമ്മൾ. അവര് പിന്നെ പറയാൻ പറയില്ല, നമ്മൾ ബാധ്യത നിർവഹിക്കണ്ടേ. എന്നോട് ചല്ല ഈ പാസ്പോർട്ട് മേലെ നിങ്ങൾക്ക് പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ജോലി ഉദ്ദേശിക്കുന്നില്ല, വിസിറ്റ് മക്കത്തും മദീനത്തൊക്കെ പോയി വരണം, അതേപോലെ തന്നെ സിയാറത്തിന്റെ കഥകളൊക്കെ പോയി വരണം, അത്ര ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ അതിനെടുത്തു ഹജ്ജിനും ഉംറക്കൊക്കെ പോകാൻ പറ്റുന്നതാണ്. അല്ല എന്നാലും ജോലിക്കൊക്കെ എന്താ തടസ്സം എന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾക്ക് SSLC ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നം. അതിന് ഇനി എന്ത് ചെയ്യും? അവരെന്താ പറയാൻ നോക്കണ്ടേ? അവരൊന്ന് അതിന് മാർഗമുണ്ട്. എന്താ മാർഗം? നിങ്ങളൊരു 20,000 റുപ്യ കൊണ്ട് അടച്ചാൽ മതി. ആ 20,000 റുപ്യ കൊണ്ട് ഞാൻ ഒറ്റ ദിവസം സ്കൂളിൽ പോകാതെ ആരായി മാറും? SSLC പഠിച്ച് പാസ്സായ ആളായി മാറും. ഇങ്ങനെ ഒന്നോ എത്ര കളവിനൊപ്പെടുന്ന് വരുമാന കണക്ക് പറയുമ്പോ എത്ര എഴുതല്? അല്ലാതെ മറക്കലുണ്ടോ? ശരിക്കും ശ്രദ്ധിച്ചോളി. വരുമാനം ചോദിക്കുമ്പോ പടച്ചോനെ മറന്ന് എഴുതലുണ്ടാ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു കാർഡിന് വേണ്ടി പോയിട്ട് വരുമാനം 3000 ഉള്ളത് 30 രൂപ എഴുതലുണ്ടാ? കളവാൻ. ഇബാദുർ റഹ്മാൻ അത് പറ്റൂല. അല്ലല്ലേ നിയമത്തുന്നത്? അതൊരു ഭാഗത്ത് മറച്ചു വെച്ചിട്ട് 30,000 ഒരു മാസം 30 റുപ്യ എഴുതാ. വാർഷിക വരുമാനം 300 എഴുതിക്കൊള്ളി. അല്ലോ, നമ്മളെങ്ങനെ ഈ തൊലിക്കട്ടിയോട് എങ്ങനെ എഴുതുക? നിങ്ങളൊന്ന് ആലോചിച്ചു. അല്ല, എങ്ങനെ എഴുതു? ആ കാർഡ് നമുക്ക് പഴയ കാർഡ് തന്നെ തരണം കേട്ടോ. ഏതാ പഴയ കാർഡ്? പഴയ കാലത്ത് ഒരു 35 കിലോനൊക്കെ ഇങ്ങനെ കിട്ടിയ കാർഡ്. ഇപ്പൊ കാർഡ് പരിഷ്കരണം വന്നു. ആ പഴയ കാർഡിനെ ആക്കി തരണോ? നമ്മൾ എന്തും തരാ. കളവിന് കൂട്ടിക്കാൻ പാടില്ല. അല്ല തന്ന നിയമത്തായി കരുതി തന്നെ ജീവിക്കണം. എന്തിനാ കുറക്കുന്നത്? സ്റ്റാറ്റസോടെ അന്തസ്സോടെ ജീവിക്കാൻ അല്ലല്ലേ അവസരം തന്നത്, എന്തിനു കുറക്കണം? അത് കിട്ടേണ്ട ഹക്കുള്ള ആളുകളില്ലേ, അവരെ നമ്മളെന്തിനു തടയണം? നിങ്ങൾക്ക് ആ കാർഡ് പറ്റുമെന്ന് വെച്ചു. മുമ്പ് 2 ആൾക്കാർ, പാവപ്പെട്ട 2 ആൾക്കാർ, അവർക്ക് എത്ര ഇവിടെ തോന കിട്ടുന്ന എത്ര? എനിക്ക് ഇവിടുത്തെ കണക്കറിയില്ല. 35 കാർഡ് മേൽ തോന കിട്ടുന്ന എത്ര? നിങ്ങൾ ആരും അരി വാങ്ങല്ലേ? 35. ഞങ്ങളുടെ നാട്ടിലൊക്കെ 24. എല്ലാ കുല്ലും സഭയാണ്, എല്ലാ കുല്ലും മസാക്കി എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കുകയാണ്. ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചു. ഇവിടെ റേഷൻ കാർഡിലെ കൂടുതൽ അരി കിട്ടുന്നത് എത്ര? 20? 25 ആയിക്കോട്ടെ. അപ്പൊ 2 ഫക്കീറന്മാർ ആ കാർഡൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി. അവര് മുന്തിയ കാർഡിലുള്ളത്. അങ്ങനെ ആരും എഴുതി പേച്ചു ചെയ്തായിരിക്കും മുന്തിയ കാർഡിലുള്ളത്. ഒന്ന് മാറ്റാൻ വേണ്ടി പോയി. മാറ്റുന്ന സമയം വന്നപ്പോ അപ്പൊ സുബ്ഹാനല്ലാഹ്, ആ നാട്ടിലെ വലിയൊരു ഹാജിയറിന്റെ അവിടെ സൊഫില്. അപ്പൊ ഹാജിയർ, നിങ്ങളെന്താ അവിടെ? ഞാൻ കുട്ടിയെ ഈ കാർഡൊന്ന് മാറിയിട്ട് എനിക്ക് 25ന്റെ കാർഡൊന്ന് കിട്ടണം. അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങൾ നമ്മളെ കാർഡ് നിങ്ങൾ വാങ്ങിക്കോളൂ, നമ്മൾ പോവാണ്, അസ്സലാമു അലൈക്കും. നമുക്ക് വേണ്ട. കാരണം നിങ്ങൾക്ക് അല്ലാഹു തആല 4ാം തലമുറക്ക് വരെ ജീവിക്കാനുള്ള സ്വത്ത് അല്ലാഹു ദുനിയാവിൽ തന്നിട്ടുണ്ട്. പിന്നെന്തിനാണ് ഇത്? ഇത് കിട്ടേണ്ട ഹക്കായ ആൾക്കാർ ഇപ്പുറത്തില്ലേ? ഇസ്ലാമിൽ ഇതിനൊക്കെ നിയമമുണ്ട്. ഇസ്ലാം അങ്ങനെ ഒരു ആഖിറത്തിലേക്ക് മാത്രം സല്ലല്ലാഹു എന്ന് പറഞ്ഞിരിക്കുന്ന മതമൊന്നുമല്ല. എല്ലാ തലങ്ങളിലും ഇസ്ലാമിന് നിയമമുണ്ട്. പാടില്ല സഹോദരങ്ങളെ. അവകാശികളുടെ അവകാശം നമ്മളെങ്ങനെ പറ്റും? വേറെ നല്ല കാറ്റടിച്ച് മഴ പെയ്തപ്പോ പഞ്ചായത്ത് കൂടിയിട്ട് പറഞ്ഞു, സാറേ 45 വായ പൊക്കം പോയി. മോന്റെ പുരയിൽ ആകോ 4 വായ ആകെ നട്ടിട്ടുള്ളൂ. ഞാൻ ശനിയാഴ്ച കൊണ്ട് വരാം. ഞാൻ എവിടെ ഉണ്ടല്ലോ? ഇയാള് ശനിയാഴ്ച പണിക്കുമ്പോ അങ്ങനെ കാത്തുനിന്ന്. കാരണം മൂപ്പരെപ്പോഴും വന്നാൽ മൂപ്പര് തള്ളിയിട്ടല്ലോ. അങ്ങനെ മൂപ്പര് വന്നിട്ടുണ്ട്. എവിടെ 45 വായ? 10 വായം കൂടി ഇല്ലല്ലോ. അല്ല, ആകെ 4 വായല്ലേ. പിന്നെ നീ 45 400 എന്നൊക്കെ പറഞ്ഞു. അല്ല, അത് ഇവിടെ കുറച്ചുണ്ട്, കുറച്ച് അപ്പുറത്തും ഉണ്ട്. അപ്പുറത്തും ഇല്ല, ഇപ്പുറത്തും ഇല്ല. മുള്ളു പറയാൻ എഴുതി ഒപ്പിട്ട് എന്തെങ്കിലും കിട്ടണതിൽ അതിനയാളെ പോക്കറ്റിക്കും. എന്തെല്ലാം നഷ്ടങ്ങൾ എഴുതി കൊടുക്കുന്നത്. കിട്ടുന്നുണ്ട് എന്ന് കണ്ടപ്പോഴേക്കാണ് പോയി എഴുതി കൊടുക്കാണ്, ഒപ്പിട്ടാണ് എഴുതി കൊടുക്കാണ്. എത്ര കളവിനാ കൂട്ടിക്കണത്. സർട്ടിഫിക്കറ്റ് ഞാൻ ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് പറഞ്ഞതാ. വലിയ വലുത് വേറെ ഉണ്ട്, ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്നത്. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ
ഒരു കളവിനും അവര് സാക്ഷ്യപ്പെടുത്തൂല, ഒപ്പിട്ട് കൊടുക്കൂല. ശിക്ഷിക്കപ്പെടേണ്ട ആള് അയാള് സാധുവാണെന്ന് പറഞ്ഞിട്ട് നമ്മളാളല്ലേ എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്താൽ അതും ഇത് തന്നെയാണ് സംഗതി. അയാൾക്ക് 2 അടിയൊക്കെ നിയമപാലകന്മാരിന്ന് കിട്ടിയിട്ട് നന്നാകേണ്ട ആളാണ്. പക്ഷെ അയാൾക്ക് അങ്ങനെ അടി കിട്ടിയാൽ അയാളിൽ നിന്നും നമുക്ക് കിട്ടൂല. അപ്പൊ വേഗം പോയിട്ട് പറഞ്ഞു നമ്മളാളാണ്, ആള് സാധുവാണ്, എന്നാ നീ ഒപ്പിട്ട് സത്യത്തിൽ വലിയ കുറ്റക്കാരനാണ്. ഒരു ശിക്ഷയും കിട്ടാതെ അയാളെ പതുക്കെ അങ്ങോട്ട് ഇറക്കി കൊണ്ടുവരുന്ന ഏർപ്പാടില്ലേ, അതും ഷഹാദത്തു സൂറാൻ, കളവിന് കൂട്ടുനിൽക്കലാണ്, സാക്ഷ്യം വഹിക്കലാണ്. അല്ലദീന ലാ യശ്ഹദൂന സൂർ, ഇത്തരത്തിലൊരു കള്ള പരിപാടിയും ആ ഇബാദുർ റഹ്മാൻ ഉണ്ടാകൂല. അവരെ മനസ്സ് തെളിഞ്ഞ മനസ്സാണ്. ഇങ്ങനത്തെ ഒന്നിനും അവർ കൂട്ടുനിൽക്കൂല, അവര് ഒപ്പിടൂല, അവര് സാക്ഷ്യപ്പെടുത്തൂല. അതുകൊണ്ടല്ലേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം, ഷാഫി ഇമാം തങ്ങൾക്ക് അമ്മാവന്റെ കൂടെ നജ്റാനിൽ ഒരു ജോലി കിട്ടി, സർക്കാർ ജോലി. നജ്റാൻ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മാവന് ജോലി കിട്ടിയപ്പോ ഷാഫി ഇമാം തങ്ങളെ കൊണ്ടുപോയി. കാരണം ഷാഫി ഇമാം തങ്ങളും ഉമ്മയും ഒറ്റക്കാണ്, വളരെ പ്രാരാബ്ധത്തിലാണ്. പോരെന്ന് പറഞ്ഞു. ഉസ്താദുമാരൊക്കെ പറഞ്ഞു നിങ്ങൾ പോകണ്ട, അമ്മോ വിളിക്കല്ലേ, ഞാനൊന്ന് പോയി സഹായിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. അമ്മോന്റെ വാക്ക് തട്ടാൻ പറ്റൂലല്ലോ, ബഹുമാനിക്കേണ്ട ആളല്ലേ, ഉമ്മാന്റെ സഹോദരൻ. അമ്മോന്റെ കൂടെ പോയി. ഷാഫി ഇമാം തങ്ങൾ നല്ല അവസരം മുതലാക്കി, പഠിച്ച ഇൽമനുസരിച്ച് നന്നായി പയറ്റി. അപ്പൊ അവിടെ ഉണ്ട് ഒരു മനുഷ്യൻ, അയാളെ നീക്കുപോക്കൊന്നും നടക്കുന്നില്ല. അയാള് പല രേഖകളും കൊണ്ട് ഒരു ഷാഫി ഇമാം നിങ്ങൾ വായിച്ചു നോക്കും, ഇത് ഹക്കല്ല ബാത്തിലാണ്, നടപ്പാക്കാൻ പറ്റൂല. ഷാഫി ഇമാം നിങ്ങൾ ഒപ്പിടണം, എന്നാലേ കടലാസ് നീങ്ങുള്ളൂ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒപ്പുണ്ടെങ്കിൽ വായിച്ചിട്ടോ ഒക്കെ അനുകൂലായി, അള്ളാന്റെ ദീനിന്റെ ശരീഅത്തിൽ പറഞ്ഞ റെഡി ആണെങ്കിലേ ഒപ്പിടുള്ളൂ. അപ്പൊ ഇയാൾക്ക് ഷാഫി ഇമാം നിങ്ങൾ വലിയ മുള്ളുകെട്ടായി മാറി. അയാള് ഹാറൂൻ റഷീദിന് കത്തെഴുതി. ഹമ്മാദ് അൽ ബർബറി എന്ന ഗവർണർ കത്തെഴുതി ഹാറൂൻ റഷീദിന്. ഹാറൂൻ റഷീദ് എന്നവരെ ഭരണം നേർക്ക് നേരെ നടത്താൻ ഒരു നിലക്കും പിന്നെ കൂട്ടുനിന്ന് തരാത്ത, അതിന് യോജിപ്പില്ലാത്ത ഒരു ഖുറൈശി പണ്ഡിതന് ഇവിടെ ഉണ്ട്. വലിയ ഇൽമക്കുള്ള ആളാണ്. അയാൾ വലിയ ഇടങ്ങേറാണ്. അയാൾ റാഫിലിയാക്കളോട് കുറച്ച് നല്ല സഹവാസക്കുള്ള ആളാണ്. ഷാഫി ഇമാം തങ്ങൾക്ക് റാഫിലിയത്തിനോട് ഒരു സഹവാസമില്ല. പക്ഷേ ഷാഫി ഇമാം തങ്ങൾ മനസ്സിന്റെ അങ്ങേ അറ്റത്ത് അഹ്ലു ബൈത്തിനെ വല്ലാതെ സ്നേഹിക്കുന്ന മഹാനാണ്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവര് എന്ന് നടിച്ചുകൊണ്ട് റാഫിലിയാക്കളും വന്നിട്ടുണ്ട്. അവരെ കൂട്ടത്തിലേക്ക് ഷാഫി ഇമാം തങ്ങളെ ചേർത്തി പറഞ്ഞിട്ട് എങ്ങനെങ്കിലൊക്കെ ഒരു പരാതി കൊടുത്തിട്ട് ഇവിടെ നിന്ന് സലാമത്താകണല്ലോ, എന്നാലേ കടലാസ് നീങ്ങുള്ളൂ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിരന്തരം കത്തെഴുതിയത് ഈ ഒരു ഗവർണറാണ്. അവിടെ എത്തിയപ്പോ ഹാറൂൻ റഷീദ് ഷാഫി ഇമാം തങ്ങളോട് മാപ്പ് ചോദിച്ചു. ഹാറൂൻ റഷീദിന്റെ കസേരയിൽ ഷാഫി ഇമാം തങ്ങളെ ഇരുത്തിയിട്ട് നിലത്താണ് രാജാവിരുന്നത്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഇമാം ഷാഫി തങ്ങളെ, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ആ ഗവർണർ നിരന്തരം കത്തിയതിന്റെ പേരിൽ മാത്രമാണ് നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളല്ല. നിങ്ങൾ എനിക്ക് വസിയ്യത്ത് തരണേ, ഉപദേശം തരണേ. നിങ്ങൾ നോക്ക്, ബാത്തിൽ അവർ സഹായിക്കോ ഇല്ല, കൂട്ടുനിൽക്കോ ഇല്ല. അങ്ങനെയല്ലേ പഴയ കാലത്ത് ഇമാമികൾ രാജാക്കന്മാരെ എതിർക്കാൻ കാരണം. ഇമാം നബി റളിയല്ലാഹു അൻഹു അന്നത്തെ കാലത്തെ ബൈബറൂസ് രാജാവിനെ എതിർക്കാൻ കാരണം എന്താണ്? അയാളെ ഭരണത്തിൽ വല്ല അസൂയം തോന്നിയിട്ടാണോ? അല്ല, ഹക്കല്ലാത്ത ഉത്തരവിട്ടപ്പോ ഇമാം നബി റളിയല്ലാഹു അൻഹു മുഖം നോക്കാതെ എതിർത്തു. ദീനിന്റെ ശരീഅത്തിൽ ഇത് ശരിയല്ല. നിങ്ങൾ ദീനിന്റെ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തുന്ന ഭരണാധികാരിയല്ലേ, നിങ്ങൾക്കത് പാടില്ല, ജനങ്ങളെ ക്രൂശിക്കാൻ പാടില്ല. തുറന്നു പറഞ്ഞു. അയാൾ വിചാരിച്ചു, ബൈബറൂസ് രാജാവ് വിചാരിച്ചു, ഒന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഇമാം നബി റളിയല്ലാഹു അൻഹു മാറിക്കോളും, നാട്ടിൽ നിന്ന് പോകണം. ഇമാം നബി റളിയല്ലാഹു നാട്ടിൽ നിന്ന് പോകാന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇൽമ പഠിപ്പിച്ച ഒരുപാട് ശിഷ്യന്മാർ ഇവിടെ ഉണ്ട്, അവരുള്ളിടത്തോളം കാണാൻ എനിക്ക് പേടില്ല, അവരിതിനെതിരെ പ്രതികരിക്കും. നിങ്ങൾ എന്ത് അനീതി നടപ്പിലാക്കിയാലും സമ്മതിക്കാൻ അവർ നിലക്കും കൂട്ടുനിൽക്കൂല. എന്താ മഹാന്മാർ അങ്ങനെ പറയാനുള്ള കാരണം? മുഅ്തസിം ബില്ലാഹി എന്ന് പറയുന്ന രാജാവ് മുഅ്തസിലത്തിന്റെ വാദത്തോട് ഒപ്പം ചേർന്നിട്ട് ഇമാമിങ്ങളെ ക്രൂശിക്കാൻ വേണ്ടിയല്ലേ
അള്ളാഹുവിന്റെ ഖുർആൻ മഖ്ലൂഖാണ് എന്നൊരു വാദവുമായി വന്നത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അതിനെതിരെ ഉറച്ചു നിന്നു. ഒരുപാട് ചാട്ടവാറുകൊണ്ട് മഹാനവറുകളുടെ ശരീരത്തിൽ അടികൊണ്ടെങ്കിലും സന്തോഷവാനായി തന്റെ വാദം വിജയിച്ചുകൊണ്ടാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നത്. ആ വാദത്തിലാണ് അടുത്ത രാജാവ് അടിത്തറവാകിയത്. അതേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒന്ന് തലയാട്ടിക്കൊടുത്താൽ മതി. ഇല്ല ഇല്ല, ഹക്കിനെതിരെ തലയാട്ടാനില്ല, ഹക്കിനെതിരെ തലയാട്ടാനില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ജയിലിൽ കൊണ്ടുപോയപ്പോ രണ്ട് കൈയും ബേക്കോട്ട് കെട്ടിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, തുരുതുരാ ചാട്ടമാറ് കൊണ്ട് അടിവരുമ്പോ ഉടുമുണ്ട് അഴിഞ്ഞു പോകുന്നു. മഹാനവറുകൾ ഒറ്റ നോട്ടം മേലോട്ട് നോക്കിയിട്ട് എന്തോ ചൊല്ലുന്നത് കണ്ടു. ഉടനെ ആരോ വന്ന് തുണിയെടുത്ത് കൊടുത്തതുപോലെ പിന്നെ തുണി അഴിഞ്ഞിട്ടില്ല. ഹക്കിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നു. ബാത്തിലിനെ സഹായിക്കാനില്ല. മറ്റൊരു തഫ്സീർ കണ്ടോ, ലാ യശ്ഹദൂന അസ്സൂർ ലാ യുസായിദൂന അഹ്ലൽ ബാത്തിലി അലാ ബാത്തിലിഹിം. മിഥ്യയുടെ ആളുകൾ അവരെ മിഥ്യയുടെ മേൽ സഹായിക്കാൻ അവര് പോകൂല. അയാൾ തോന്നിവാസിയാണ്, നന്നായി വരട്ടെ. ബിദ്അത്തുകാരനാണ്, നന്നായി വരട്ടെ, അയാളെ സഹായിക്കാനില്ല. തെമ്മാടിയാണ്, അവനെ സഹായിക്കാനില്ല, അവന് സപ്പോർട്ട് ചെയ്യാനില്ല. വലാ യുമാലിഊനഹും ഫീ, അവരോട് ഇണക്കത്തിന് പോകൂല. ബാത്തിലിന്റെ ആളുകളോട് ഹക്കല്ലാത്തത് സ്വീകരിക്കുകയും സത്യസന്ധമല്ലാത്ത രൂപത്തിലൂടെ നടക്കുകയും പ്രവർത്തിക്കുകയും നീക്കുകയും ചെയ്യുന്ന ആളുകളില്ലേ, അവരെ സഹായിക്കാനോ അവരോട് യോജിക്കാനോ അവരോട് ഇണങ്ങാനോ മഹത്തുക്കൾ പോകൂല. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ എന്നതിനെ അഞ്ചാമത്തെ തഫ്സീർ കണ്ടോ, മജാലിസസ്സൂ, ദുഷിച്ചൊരൊറ്റ സദസ്സിലും അവര് സംബന്ധിക്കൂല. ദുഷിച്ച സദസ്സുകൾ, അതിലവർ സംബന്ധിക്കൂല, അവരെ കാണൂല, അവരതിന് പോകൂല, കൂട്ടുനിൽക്കൂല. ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്, നല്ല സംഭാവന ഇട്ട് കൊടുക്കണം. കവർ കൊണ്ടുവന്നൊരു കവർ ഇട്ട് കൊടുക്കുക അല്ലേ. ദുഷിച്ച സദസ്സുകൾ, ദുഷിച്ച സദസ്സില്ലേ എത്ര ഉണ്ട്? ചീത്ത സദസ്സുകൾ എത്ര ഉണ്ട്? ചീത്ത സദസ്സാണ് സഹോദരങ്ങളെ ഗീബത്തിന്റെ സദസ്സ്. അതുപോലെ തന്നെ അനാവശ്യം പറയുന്ന സദസ്സ്. അതേ രൂപത്തിൽ തന്നെ മദ്യപാനികളുടെ സദസ്സ്, അതേ രൂപത്തിൽ തന്നെ ദുർമാർഗികളുടെ സദസ്സ്, അതേ രൂപത്തിൽ തന്നെ അനാവശ്യത്തിന് പ്ലാൻ ചെയ്യുന്ന സദസ്സ്. ഇതിലൊന്നും അവരെ കാണൂല. കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് കളവ് പറഞ്ഞിട്ടും തമാശ പറഞ്ഞിട്ടും കോമഡി പറഞ്ഞിട്ടും ജനങ്ങളിൽ നിന്നൊരാളങ്ങനെ പിരിവുണ്ടാക്കുന്നു, അതിനും അവര് പോകൂല. ദുഷിച്ച ഒരു സ്റ്റേജിലും അവരെ കാണൂല, അവരതിന് സംബന്ധിക്കാൻ പോകൂല. അവർക്കത് വെറുപ്പാണ്. അതേ, ഒന്നുകൂടി വിശദമായിട്ട് മുഹമ്മദ് ബിനുൽ ഹനഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ അൽ ഗനാ, സംഗീത സദസ്സുകളിൽ അവർ പങ്കെടുക്കൂല. സിനിമയിലോ നാടകത്തിലോ മ്യൂസിക്കിന്റെ പരിപാടികളിലോ അവര് സംബന്ധിക്കൂല. വല്ലഹ്വി, വിനോദ സദസ്സുകളിലും അവര് സംഗമിക്കൂല. പ്രായം ചെന്ന കാരണവന്മാരെ, യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാരെ, 40 കഴിഞ്ഞവരെ, അസറിന്റെ ശേഷം നിങ്ങൾ കണ്ടില്ലേ പലയിടത്തും അങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകളെ കാണാം. ഒന്ന് വിളിച്ചിട്ട് ഇന്നൊരു ജുസ് ഖുർആൻ ഓതിയെന്ന് വെച്ചാൽ നേരം കിട്ടിയില്ല എന്ന് പറയും. ഇന്നലെ ഹദ്ദാദ് ചൊല്ലിയോ എന്ന് വെച്ചാൽ സമയം തീരെ കിട്ടിയില്ല എന്ന് പറയും. ഈ നിൽക്കുന്ന 2 മണിക്കൂർ എന്തിനാണ്? ദുന്യാവിൽ എന്ത് ഉപകാരമുള്ളത്? ആഖിറത്തിലേക്ക് എന്ത് ഉപകാരമുള്ളത്? 2 ലോകത്ത് ഉപകാരമില്ലാത്ത പണിയുമായി മുഅ്മിൻ ഏർപ്പെടാൻ പറ്റൂലല്ലോ. അതേ, അങ്ങനത്തെ ഒരാളായി മുഅ്മിൻ മാറാൻ പാടില്ല. എത്രയാണ് വിനോദ സദസ്സുകൾ അധികരിച്ചു വരുന്നത്. ഇനിയും നമ്മുടെ നാടുകളിൽ പലതും വരാനുണ്ട്.
വിദേശത്തുള്ള ഒരുപാട് സംഗമങ്ങൾ ഇവിടെ വരും. ഞാനതൊരു പ്രവചനം പോലെ പറയുകയല്ല. അതൊക്കെ നാട്ടിൽ വരുമ്പോഴും അതിലേക്കൊന്നും പോകാതെ, അതൊന്നും മണക്കാതെ, എന്താണെന്നറിയാതെ വളരെ നല്ല മനസ്സോടെ, മനസ്ഥിതിയോടെ ജീവിക്കുന്ന ആളുകളില്ലേ? സുബ്ഹാനല്ലാഹ്, അത് വലിയ സന്തോഷമാണ്. അങ്ങനത്തെ ആളുകൾ നാട്ടിൽ കുറച്ചെങ്കിലും ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അള്ളാന്റെ അദാബും അല്ലാഹു തആലാന്റെ ശിക്ഷയില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദുഷിച്ച സദസ്സുകളിൽ, സംഗീത സദസ്സുകളിൽ മുസ്ലിങ്ങൾ സ്ഥിരം മെമ്പർമാരായി മാറിപ്പോയി. അവനാന്റെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഔറത്ത് വെളിവാക്കി ട്രാക്കിലൂടെ ഓട്ടിക്കുന്നതിന് ഒരു കുറവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ പറയും ചില ആൾക്കാർ. ഇസ്ലാം കുട്ടികൾക്ക് ഇസ്ലാം കളി അനുവദിച്ചിട്ടുണ്ട്. ശരിയാണ്, കുട്ടിക്കാലത്ത് ഇസ്ലാം കളി അനുവദിച്ചിട്ടുണ്ട്, സുന്നത്താക്കിയിട്ടുണ്ട്. കളിക്കോപ്പുകൾ വാങ്ങിക്കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലം കഴിഞ്ഞാൽ അവൻ കാര്യബോധമുള്ളവനായി നടക്കണം. ഇസ്ലാമിന്റെ ആ ശാസ്ത്രത്തിൽ ഒരു എതിരുമില്ല. 45, 55 വരെ ഇങ്ങനെ കളിക്കുന്ന, പിന്നെ എന്താ കാര്യത്തിലേക്ക് എത്തുക? പഞ്ഞിക്കണ സമയത്തോ ഞാൻ ഒന്ന് നിസ്കരിക്കട്ടെ എന്ന് പറയും. എന്നാ കാര്യത്തിലെത്ത? ഈ ആരോഗ്യത്തിൽ എന്നാ നീ ഒന്ന് അധ്വാനിക്കുക, എന്നാ ഒന്ന് നേരെ ചൊവ്വേ നടക്കുക? അതിന് പ്രായമല്ലോ. പ്രായമുണ്ട് ആയി എന്നാരെങ്കിലും പറഞ്ഞാലും പ്രായമില്ലാത്ത കോലത്തിലേക്ക് മാറുന്നാ പറഞ്ഞേ. അതിന് മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ നടത്തുന്നു. അതേപോലെ തന്നെ നിങ്ങൾ നോക്ക്, കുട്ടികളെ വശീകരിച്ചുകൊണ്ട് എത്ര ആളുകളാണ് സുബ്ഹാനല്ലാഹ്, കഞ്ചാവ് വിൽപ്പനക്കാര്, മയക്കുമരുന്ന് വിൽപ്പനക്കാര്, അതിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്നവര്. പണം കൊടുക്കുന്നിടത്ത് നമുക്ക് യാതൊരു കുറവുമില്ല. മോന് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ, കോളേജിലേക്ക് പോകുമ്പോ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കാനാകൂല. നമ്മൾ ഈ എല്ലാ സംഗതികൾക്കും അറബി സിസ്റ്റം വരുത്തരുത്. അതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന ദുരന്തം ചെറുതൊന്നാവൂല. അറബികൾ പീടിയിൽ നിന്നുമായി നമ്മൾ 2 റിയാലോ 3 റിയാലോ 5 റിയാലോ കൊടുക്കും കുട്ടികൾക്ക്. അവരത് ഭക്ഷിച്ച് സ്കൂൾ മദ്രസയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ സഭയിൽ സ്വീകരിച്ചാൽ നമ്മളെ കുട്ടികളെ ഒന്ന് വറക്കാനോ, ഒന്ന് കറക്കാനോ, അല്ലെങ്കിൽ മറ്റു പലതും നുണയിപ്പിക്കാനോ, അല്ലെങ്കിൽ ഏജന്റുകളാക്കി മാക്കാനോ ഓരോ സ്ഥലത്തും കണ്ടില്ലേ നിങ്ങൾ? അതിന് പറ്റിയ ആൾക്കാർ എത്ര സ്ഥലത്ത് നിന്നാ പിടികൂടുന്നത്? അതിനൊരു പഴുത് നമ്മൾ ഉണ്ടാക്കരുത്. നല്ല ഭക്ഷണം നല്ല പാത്രത്തില്, പ്ലാസ്റ്റിക് പാത്രം അല്ലാത്ത നല്ല പാത്രത്തില് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഫ്രഷ് ഭക്ഷണം വേവിച്ചു കൊടുക്കും. വലിയ കൂലി കിട്ടും ഉമ്മമാരെ. പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അതിനവസരം ഉണ്ടായിക്കൊടുക്കുക. എവിടെങ്കിലും ഒന്നും കാണാത്ത സ്ഥലത്ത് നമ്മളെ കുട്ടികൾ ഹോസ്റ്റലിലും മറ്റും പഠിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക് സാഹചര്യമുള്ള ഹോസ്റ്റലുകൾ തേടിപ്പിടിച്ച് അവരെ പാർപ്പിക്കുക. മറ്റു ഹോസ്റ്റലുകളിൽ കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ് ഡിഗ്രി എടുത്ത് വരുന്ന കുട്ടി ഏതെങ്കിലും ഒരു സമയത്ത് അവന്റെ രഹസ്യം ഈ വാപ്പ ഒന്ന് പുറത്തറിയിക്കാൻ വേണ്ടി രാത്രി സമയത്ത് മോനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞു വരുമ്പോ ബസ് സ്റ്റോപ്പിലും മറ്റും ഔറത്ത് വെളിവാക്കി ഛർദിച്ചു തുപ്പി കള്ളു കുടിച്ചും മറ്റും കടക്കുന്ന കോലത്തിലാകരുത്. അതിനൊക്കെ പറ്റുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പാർപ്പിക്കരുത്. ഡിഗ്രിയൊക്കെ നല്ലതാ, പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം നല്ലോണം. നിസ്കാരം മുടങ്ങാത്ത, കുറ്റകൃത്യങ്ങളിൽ പെടാത്ത, അതിന് സൗകര്യങ്ങൾ ഒരുക്കാത്ത രൂപത്തിലാകണം ആ പഠനം. അപ്പോഴേ അതുകൊണ്ട് ഫലം കിട്ടും. തൊഴിലക്കാകുമ്പോൾ ഉസ്താദെ കുറച്ചൊക്കെ അങ്ങനെ പറ്റൂലേ? ഒരു നിലക്കും പറ്റൂല. നമ്മളോട് അതിന്റെ വിഷയത്തിലൊക്കെ ചോദ്യം വരും. അപ്പോൾ ഇസ്ലാമിക് ഹോസ്റ്റലുകൾ പഠിക്കാൻ ഇസ്ലാമിക് ബോർഡിങ്ങുകളുണ്ട്. അവിടെ ഫീസ് അന്വേഷിച്ച് നോക്കുമ്പോൾ 2000 3000 അധികമാണ്. അത് സഹിക്കാനാവൂല, ബാക്കി എവിടെ എന്ത് കൊടുത്താലും കുഴപ്പമില്ല, അവിടെ കൊടുക്കാനാകൂല എന്ന് കരുതി കൊണ്ടുപോയി ചേർക്കും. എവിടെങ്കിലും ചിലപ്പോൾ മഹാവിദേഹത്തുകാരനായിട്ട് വരും, അല്ലെങ്കിൽ മഹാഫാസിക്കായിട്ട് വരും. രണ്ടിന്റെയും ദുരന്തം നമ്മൾ അനുഭവിക്കണ്ടേ? അതുകൊണ്ട് ദുഷിച്ച കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കാൻ ഉള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അവരെവിടെ പഠിക്കുകയാണെങ്കിലും ശരി, അത് കൊച്ചിയിലാണെങ്കിലും ശരി, കന്യാകുമാരിയിലാണെങ്കിലും ശരി, ബാംഗ്ലൂരിലാണെങ്കിലും ശരി, ബോംബെയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് നന്നായി വിലയിരുത്തണം. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് എല്ലാ ഹറാമുകളും രുചിച്ച് മണത്ത് ബന്ധപ്പെട്ട് എല്ലാറ്റിലും പോയിപ്പെട്ട രൂപത്തിലാകരുത് തിരിച്ചു വരുന്നത്. അങ്ങനെയാകുമ്പോ അതിന്റെ ദുരന്തങ്ങൾ പിന്നീടും പലതും പുറത്തു വരുന്നുണ്ട്.
ഒരുപാട് റിസൾട്ടുകൾ അങ്ങനെ പുറത്തു വരുന്നുണ്ട്. പലതും നമ്മൾ വായിക്കുന്നതാണ്. ഇങ്ങനെ അവനാകുമെന്ന് കരുതിയിട്ടില്ല എന്നൊക്കെ പറയും. അതിനാദ്യം ശ്രദ്ധിക്കണ്ടേന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകൂല. രാവിലെ വിളിച്ചു, മോനെ നീ നിസ്കരിച്ചോ? സുബഹി ഇല്ല. ഞാൻ ഇന്നലെ കുറെ വായിച്ച് നേരം വൈകിട്ടാണ് ഉറങ്ങിയതുകൊണ്ടൊന്ന് സുബഹി നിസ്കരിക്കാൻ പറ്റിയില്ല. ലാഘവത്തോടെ പറയുന്നു. പിറ്റേന്ന് നോക്കുമ്പോ സ്കൂളില്ല. അന്ന് വിളിച്ചു, മോനെ ഇന്നലെ സ്കൂളില്ലല്ലോ, അപ്പൊ രാത്രി നേരത്തെ കിടക്കാൻ പറ്റിയില്ലേ? സുബഹി നിസ്കരിച്ചോ? ഇല്ല, ഇന്ന് നിസ്കരിക്കാൻ പറ്റിയില്ല. അന്വേഷിച്ചു നോക്കുമ്പോ പഠനകാലത്ത് ഒറ്റ സുബഹിയും ഇല്ല. കാരണം വീട്ടിലല്ലല്ലോ, നിരീക്ഷിക്കാൻ ആളില്ലല്ലോ, കൂടെയുള്ളവരോ നിസ്കരിക്കുന്നവരല്ലല്ലോ. ഇവിടെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, നന്നായി സൂക്ഷിക്കണം. അതേ സംഗീത സദസ്സുകളിൽ ഒരു മുസ്ലിമിനും ചാൻസ് ഇല്ല. അല്ലാഹ് പൊരുത്തപ്പെട്ട അടിമകൾ അതിൽ ചാൻസ് കൊടുക്കൂല. വിനോദ സദസ്സുകളിലേക്കും അവർ പോകൂല, പങ്കെടുക്കാൻ പോകൂല. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ കൂടി വായിക്കട്ടെ. മജാലിസുൽ ഗിനാ ലാ യശ്ഹദൂന അസ്സൂർ, സംഗീത സദസ്സുകൾ എന്ന് പേരെടുത്ത് പറഞ്ഞു. അതേ പേര് കിട്ടാൻ വേണ്ടി, പെരുമ കിട്ടാൻ വേണ്ടി എത്ര ആളുകളാണ് മക്കളെയും കൊണ്ടുപോയി പാടിപ്പിക്കുന്നത്. അതിനെന്തൊക്കെയോ ഒരു പേരും പറയാറുണ്ട്. എനിക്ക് എന്റെ പേരൊന്നും ഇഫ്ലില്ല. അവിടെ പാടിയാൽ ലോകത്തുള്ള ആൾക്കാർ മൊത്തം അറിയൂ ആ പാട്ട്. അതുകൊണ്ട് അങ്ങ് പാടിക്കോട്ടെ, കയ്യടി കിട്ടും, എന്തെങ്കിലുമൊക്കെ കിട്ടും. നിയമങ്ങൾ നമ്മൾ പഠിക്കണ്ടേ, സൂക്ഷിക്കണ്ടേ. എല്ലാറ്റിലും പോയി പാർപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. കള്ളുകുടിയന്മാരെ കൂടെ ഇരുത്തുന്ന ഒരു സഭ, ആ സഭയിൽ പോയിരിക്കാനും ഈമാനുള്ളവന് പറ്റൂലല്ലോ. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവനാണോ, ഫലാ യജ്ലിസു അലാ മാഇദത്തിൻ യുദാറു അലൈഹിൽ ഖംർ, കള്ള് കറങ്ങുന്ന ഒരു സദസ്സിൽ അവൻ പോയിരിക്കൂല. കള്ള് കറങ്ങുന്ന ഒരു സദസ്സിൽ അവൻ പോയിരിക്കൂല. കള്ള് തീന്മേശയിൽ വന്ന് കറങ്ങുന്ന ഒരുപാട് ഭക്ഷണ രീതികളില്ലേ, സൽക്കാരങ്ങളില്ലേ, ആഘോഷങ്ങളില്ലേ. ഇബാദുർ റഹ്മാൻ അവിടെ കാണൂല. അല്ലാഹ് സ്വീകരിച്ച അടിമകൾ അവിടെ സാക്ഷി നിൽക്കൂല. സംഗീതങ്ങൾ കേൾക്കുന്നത് പോലും ശ്രദ്ധിക്കണം. ഉപകരണങ്ങളിലൂടെ സദാസമയത്തും മ്യൂസിക് കേൾക്കുന്ന, സിനിമ കാണുന്ന, നാടകം കാണുന്ന, സെക്സ് കാണുന്ന ആളുകളെ ശ്രദ്ധിക്കണം. വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ, ഇത്തരത്തിൽ വല്ല അനാവശ്യങ്ങളോടും അരികു ചേർന്ന് ജീവിക്കേണ്ടി വന്നാൽ എങ്ങനെ ജീവിക്കണം? ഇബാദുർ റഹ്മാൻ എങ്ങനെ ജീവിക്കും? അവരതിൽ ടച്ച് ചെയ്യോ? ഇല്ല. മർറുഹു കിറാമാ, മാന്യന്മാരായി ബഹുമാനം കളയാതെ അവർ കാത്തു സൂക്ഷിച്ച് ജീവിക്കും. ഉപകരണത്തിൽ എന്തെല്ലാം ഉണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്. മറ്റു പലതിനും അങ്ങനെ കണക്കാക്കാറില്ലേ? നന്മയുടെ വശങ്ങളിൽ മാത്രമേ അവർ തൂങ്ങി നിൽക്കൂ, തിന്മയുടെ വശങ്ങളിലേക്ക് പോകൂല. 2 മണിക്കും 3 മണിക്കും ഒക്കെ ഉറങ്ങുന്ന കുട്ടികളെ കാണാം. ഉമ്മമാരെ ഓൺലൈനിലാണ് അവര്. എന്താണ് അവർക്ക് പരിപാടി? അവർ ഇസ്ലാമികമായി വല്ല നിയന്ത്രണമോ കാര്യങ്ങളോ ചാറ്റ് ചെയ്യലോ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുകയോ ആണോ? അല്ല. അവർക്ക് മറ്റു പല പണികളാണ്. അതേ കണ്ടുകൊണ്ടിരിക്കുന്നതും കളിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. അങ്ങനെയാകുന്ന മനുഷ്യൻ അതിനടിമപ്പെട്ട് 3 മണിക്ക് അവൻ ഉറങ്ങുന്നു. സ്വകാര്യ റൂമിൽ അവൻ ഇതാണ് പരിപാടി. അതപ്പുറത്തെ റൂമിൽ നിന്ന് ഉമ്മ അറിയുന്നുണ്ട്, പക്ഷേ മിണ്ടുന്നില്ല. എന്തിനാ ഉമ്മയായത്? ഉപ്പ അറിയുന്നുണ്ട്, മൗനിയാണ്. എന്തിനാ ബാപ്പയായത്? എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത കുട്ടിയെ ദുഷിപ്പിക്കുന്നത്? സംഗീത ശബ്ദങ്ങൾ കേൾപ്പിക്കാൻ പാടില്ലാത്ത രൂപത്തില്, കേൾക്കാൻ പറ്റാത്ത രൂപത്തില് നമ്മുടെ കാതുകളെയും നമ്മുടെ കണ്ണുകളെയും സൂക്ഷിക്കാൻ വളരെ പ്രയാസമുള്ളൊരു സമാനാണിന്ന്. പക്ഷേ സ്വാലിഹീങ്ങൾ നോക്കി, വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ. ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, വയഹ്തമിലു ഹുദൂറ കുല്ലി മൗളിഇൻ യജ്രി ഫീഹി മാ ലാ യംബഗി, ആവശ്യമില്ലാത്തത് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഈ പറഞ്ഞതിൽ പെട്ടു. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, വയദ്ഖുലു ഫീഹി അയാദുൽ മുശ്രികീന വമജാമിഉൽ ഫുസ്സാഖ്, തമ്മാടികൾ ഒരുമിച്ച് കൂടുന്ന സംഗമ സ്ഥലം. അനാവശ്യം പറയുന്നവർ, ഗീബത്ത് പറയുന്നവർ, നമീമത്ത് പറയുന്നവർ,
ഫിത്ന പറയുന്നവർ, ഏഷണി പറയുന്നവർ, തോന്നിവാസം പറയുന്നവർ, അതുപോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവർ, അവരെ സംഗമങ്ങളിൽ ഇരിക്കുന്നതും ഇതിൽപ്പെട്ടു. ലിഅന്ന മൻ ഖാലത അഹ്ല ശർരി, ദുഷിച്ചവരോട് കൂടിക്കലർന്ന് ജീവിക്കുന്നവൻ, അവരെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുന്നവൻ, അവരെ സംഗമങ്ങളിൽ സംബന്ധിക്കുന്നവൻ, ഫഖദ് ശാറകഹും ഫീ തിൽകൽ മഅസിയ, ആ കുറ്റത്തിൽ അവരോട് പങ്കാളിയായി തീർന്നു. നിസ്കരിക്കാത്തവരെ കൂടെ നീ ഇരിക്കുമ്പോ നിന്നെയും അതിൽ ചേർത്തിക്കളയും. ലിഅന്നൽ ഹുളൂറ വന്നളറ, അസിമാമുദങ്ങൾ പറയുന്നു, അത്തരക്കാരുടെ കൂടെ സംബന്ധിക്കലും അവരെ നോക്കലും ദലീലുദ്ദിലാബിഹി, അതുകൊണ്ട് തൃപ്തിയുണ്ട് എന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് അത്തരക്കാരിരിക്കുന്ന ഒരു സഭയിൽ നീ പോയിരിക്കരുത്, അവരിലേക്ക് കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ നോട്ടം നോക്കരുത് എന്നല്ല, ബൽഹുവ സബബുൽ ലിവുജൂദിഹി വസ്സിയാദതി ഫീഹി, അവരിലുള്ള അനാവശ്യം നിന്നിലേക്ക് വരാനും അത് നിന്നിൽ ഉണ്ടാകാനും വർദ്ധിക്കാനും അതൊരു കാരണമാണ്. ഇവരിങ്ങനെ ചെയ്തിട്ടും ഇവര് നല്ല ഹൈ ലെവലിൽ ജീവിക്കുന്നില്ലേ എന്ന് ശൈത്താൻ നിന്നെ തോന്നിപ്പിക്കും. അപ്പൊ ഞാൻ അവരെ പോലെ ആകട്ടെ, ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ, നിന്റെ മനസ്സുകൊണ്ട് നീ ചിന്തിക്കും, അവരതിന് സഹായവും ചെയ്യും. നീ എങ്ങനെ പോയാൽ അത് നിന്നിൽ ഉണ്ടായത് അവരിലേക്ക് നോക്കിയിട്ടല്ലേ, അവരെ കണ്ട് ആസ്വദിച്ചിട്ടല്ലേ. അതുകൊണ്ട് അത്തരക്കാരോട് ആസ്വദിക്കാനോ കൂടെ പോകാനോ പാടില്ല. എന്നാൽ ബിദ്അത്തുകാരെ മജ്ലിസിലും പോകാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ തഫ്സീർ കണ്ടില്ലേ, അൽ മുറാദു മജാലിസുസ് സൂരി അല്ലതി യഖൂലൂന ഫീഹ അസ്സൂറ അലല്ലാഹി തആല വഅലാ റസൂലിഹി, അല്ലാഹുവിനെ കുറ്റം പറയുന്ന യുക്തിവാദിയുടെ സദസ്സിൽ, നിരീശ്വരവാദിയുടെ സദസ്സിൽ, അല്ലാഹു തആലാനെ ബഹുമാനിക്കാത്ത ബിദ്അത്തുകാരന്റെ സദസ്സിൽ, വഅലാ റസൂലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുത്തുന്നവന്റെ സദസ്സിൽ പോയി പങ്കെടുക്കാൻ പറ്റൂല. അതിൽ അല്ലാഹു ബഹുമാനിച്ച മഹാന്മാര് പോയിരിക്കൂല. ഇവരും എന്തൊക്കെ പറയുന്നു ഞാനൊന്ന് കേൾക്കട്ടെ എന്ന നിലക്ക് പോലും അവിടെ പോയി ഇരുന്നുകൂടാ. സഹോദരങ്ങളെ, വീണവിളിയും മ്യൂസിക്കൊക്കെ ഇന്നലെ വന്നതല്ലേ ഉസ്താദേ, മുമ്പ് കാലത്തുള്ള ആൾക്കാരതൊന്നും ആസ്വദിച്ചിട്ടില്ലല്ലോ. അവരിതിനോട് എന്തെങ്കിലും സമീപനം പുലർത്തിയിട്ടുണ്ടോ? ഞാൻ ഒറ്റ ഹദീസ് അവിടെ വായിക്കട്ടെ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാഹ് അവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നാഫി റളിയല്ലാഹു അൻഹു പറയാണ്, നാഫി റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ തങ്ങളെ കൂടെ നടന്ന ശിഷ്യനാണ്. ഞാൻ കുട്ടിക്കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ കൂടെ ഒരു വഴിയിലൂടെ നടക്കുമ്പോ ഫസമിയ മിസ്മാറൻ, മിസ്മാറിന്റെ അർത്ഥം വെച്ചോളൂ, വീണവിളിയുടെ ശബ്ദം കേട്ടു. വീണവിളി ഇപ്പോഴും ഉണ്ടല്ലോ. അതിന്റെ ശബ്ദം കേട്ടപ്പോ മഹാനവറുകൾ 2 വിരലെടുത്തിട്ട് കാതിലങ്ങ് വെച്ചു. ഹദീസാണ് വായിക്കുന്നത്. ഉമ്മമാരെ, മ്യൂസിക് പാട്ടിട്ടിട്ടല്ലേ കുട്ടികളെ ഉറക്കുന്നത്. ആ കുട്ടികൾ എങ്ങനെ അനുസരിക്കാനാണ്? അവരെങ്ങനെ ഫാസിക്കായി മാറാതിരിക്കാനാണ്? പഴയ കാലത്ത് ഉമ്മമാരൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ട്, മദ്ഹ് ചൊല്ലിയിട്ട്, മാല ചൊല്ലിയിട്ട്, ദിക്ർ ചൊല്ലിയിട്ട്, ബദ്ർ ബൈത്ത് ചൊല്ലിയിട്ട് കുട്ടികളെ ഉറക്കുമ്പോ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആ മക്കൾക്ക് ഒരു കാലത്തും വൈകല്യമില്ല. അന്നത്തെ ഉമ്മമാര് അങ്ങനല്ലേ ഉറക്കാറുള്ളത്. ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലാഇ വബിഹംദിഹി ശുക്രൻ അലൻ നഅമായി ثم الصلاة والسلام على الذي قد خص بالميراج والإسراء. മദ്രിയത്തുൽ ഹംദിയൊക്കെ ചൊല്ലി ചൊല്ലി കാണാതറിയുന്ന ഉമ്മമാര് അവരിതങ്ങ് ചൊല്ലി കുട്ടികളെ ഉറക്കുമ്പോ ദുസ്വപ്നം ആ കുട്ടികൾ കാണുന്നില്ല. ദുഷിച്ചത് ഉറക്കത്തിൽ വിളിച്ചു പറയുന്നില്ല. അപസ്മാരത്തിന്റെ അടയാളമായിട്ട് പല്ല് കടിക്കുന്നില്ല. എണീറ്റ് ഓടുന്നില്ല, നടക്കുന്നില്ല. കാരണം ബദരീങ്ങളെയും മുഹ്ദീങ്ങളെയും മഹാന്മാരെയും മുഹ്യദ്ദീമാരെയും ദിഫായിമാരെയും മഞ്ഞക്കുളമാരെയും നഫീസത്തുമാരെയും മഹത്തുക്കളെ മദ്ഹ് ചൊല്ലിയിട്ട് കുട്ടികളെ താരാട്ട് പാടി ഉറക്കിയപ്പോ ഉമ്മാന്റെ ഉറക്കിന് യാതൊരു ക്ഷീണമില്ല, ഉപ്പാന്റെ ഉറക്കിന് തകരാറില്ല. അവർക്കും യഥേട്ടം ഉറക്ക് കിട്ടിയിട്ട് രാവിലെ തന്നെ നേരം വൈകാതെ സുബീന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കാൻ പറ്റുന്നു. കുട്ടികളെ കൊണ്ടൊരു ബുദ്ധിമുട്ടും അവർക്കില്ല.
ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ കുട്ടിയുടെ അടുത്ത് കടന്ന അന്നു മുതൽ എന്റെ കുട്ടി ശല്യപ്പെടുത്തുന്ന ഒരു കരച്ചിലോ വാശി പിടിക്കുന്ന ഒരു രൂപമോ എന്റെ കുട്ടിയിൽ ഉണ്ടായിട്ടില്ലെന്ന് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തിയില്ലേ. ഇന്ന് മുത്തുനബി തങ്ങളോട് ഓരം ചേർത്ത് മക്കളെ കിടത്തണോ? സ്വലാത്തും മദുഹും ചൊല്ലിക്കോ. വീണവിളിയുടെ ശബ്ദം കേട്ടപ്പോ പ്രഗൽഭനായ സ്വഹാബി വര്യൻ നാഫി എന്ന ശിഷ്യൻ പറയുന്നു, നാഫി റളിയല്ലാഹു അൻഹു എന്റെ ഉസ്താദ്, ഞാൻ കൂടെ നടന്ന് ഖിദ്മത്ത് എടുക്കുന്ന വലിയ മഹാൻ, രണ്ട് വിരലെടുത്ത് കാതിൽ വെച്ചു, പിന്നങ്ങോട്ട് വഴിമാറി നടന്നു. സുമ്മനാ അനിത്വരീഖിലൽ ജാനിബിൽ ആഖിരി, റൂട്ട് തിരിച്ചു വിട്ടു. ആ റൂട്ടിലൂടെ പോകണ്ട, ഇതിലൂടെ പോകാം. അങ്ങനെ കുറെ അങ്ങ് നടന്നുപോയ ശേഷം അപ്പോഴൊന്നും കൈയെടുത്തിട്ടില്ല. കുറെ നടന്ന ശേഷം പിന്നെ എന്നോട് ചോദിച്ചു, യാ നാഫിഉ ഹൽ തസ്മഉ ശൈആ, മോനെ നാഫിയെ ഇപ്പ വല്ലതും കേൾക്കുന്നുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് കൈയെടുത്തത്. വൈദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ, അങ്ങാടിയിലൊക്കെ ഒരു മുട്ടും കൊട്ടും കേട്ടാൽ അവിടെ ഇങ്ങനെ ഏക്കറ്റ് നിൽക്കേണ്ട ആവശ്യം എന്താ നമുക്കങ്ങനെ? ഏതോ ഒരു സിനിമാ നടി വന്നിട്ട് സിനിമാ നടൻ എന്തോ തുറക്കാം, നമ്മളെന്തിനാ തലേക്കെട്ടും കെട്ടിട്ട് പോയി അവിടെ നിന്നിട്ട് സ്വല്ലല്ലാഹു പോരെ പോയി കട്ടഞ്ഞ അടിച്ചിരുന്നാ പോരെ? വൃത്തികേടല്ലത്. നമ്മളെന്തിനാണ് ഈ സംസ്കാരത്തെ ദുഷിപ്പിക്കുന്നത്? ഈ നല്ല ഡ്രസ്സും ഈ തൊപ്പിയും ഈ തലപ്പാവും ധരിച്ചിട്ട് അയാൾ വന്നിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോ കൈ പിടിച്ചിട്ട് മണക്കാൻ പോലും പറ്റാത്ത ഒരു ചാൻസ് ഇല്ലാത്ത ആൾ, അവിടെ ഉള്ള കൊട്ടും കൊരവിയും മുട്ടും മ്യൂസിക്കും ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെ സ്വർഗത്ത് നിന്ന് ഇന്നലെ വരുന്ന ഒരാളുണ്ട്, പ്ലേറ്റ് ഇറങ്ങി വരികയാണ്, ഇവിടെ കാത്തു നിൽക്കുകയാണ്. അവിടെ എന്തിനാ നമ്മൾ അവിടെ നിൽക്കുന്നത്? ഞമ്മക്കെന്താണ് അവിടെ? ഒരു സയ്യിദോ ഒരു ആലിമോ വരുന്നിടത്ത് കൂടിയാ പോരെ? വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, അഥവാ അങ്ങനത്തെ ഒരു സാഹചര്യം അങ്ങാടിയിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ മർറൂ കിറാമ, മാന്യന്മാരായിട്ട് അവർ നടന്നു പോകുമ്പോൾ അവിടെ നിൽക്കൂല. അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ചിത്രം എത്ര വലുതാ നിങ്ങൾ നോക്ക്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ശിഷ്യനോട് ചോദിക്കുന്നു, കേൾക്കുന്നുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞപ്പോ കൈയെടുത്തു. എന്നിട്ട് ശിഷ്യന് പറഞ്ഞു കൊടുക്കാണ്, മോനെ ഞാനിത് വെറുതെ ചെയ്തതല്ല, ഞാനിങ്ങനെ കൈവച്ചത് വെറുതെയാണെന്ന് കരുതണ്ട, ഇതിന് അടിസ്ഥാനമുണ്ട്. കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ കുട്ടിക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മദീനയിൽ നിന്ന് കുറച്ചപ്പുറം ഒരു വഴിക്ക് നടന്നു പോകുമ്പോ ഫസമിഅ സൗത യറാഇൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുളവടി കൊണ്ട് ശബ്ദിക്കുന്ന കൊട്ടുന്നൊരു ശബ്ദം കേട്ടു. മുളവടി പോലത്തൊരു കോലുവടി ആയിക്കോട്ടെ, എപ്പോഴും ഉണ്ടല്ലോ, ഒരു കോലുവടി കൊണ്ട് കൊട്ടുക. ഈ ശബ്ദം കേട്ടപ്പോ തങ്ങളതാ രണ്ട് കയ്യുമെടുത്ത് രണ്ട് വിരലുമെടുത്ത് കാതിൽ പൊത്തി. ഞാൻ അങ്ങനെ കൂടെ നടക്കുന്നു, തങ്ങൾ റൂട്ട് മാറി നടക്കുന്നു. കുറെ നേരം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ തങ്ങൾ കൈയെടുത്തു. ഇബ്നു ഉമർ തങ്ങൾ നാഫി റളിയല്ലാഹു അൻഹു പറയാണ്, ഫകുന്തു ഇദാക സഗീറാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൂടെ നടക്കുമ്പോ ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്. എനിക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണിച്ചിരുന്ന മാതൃക ചെറുതല്ല, വളരെ വലുതാണ്. ഉപ്പമാരെ നമ്മൾ പഠിക്കണം. ഞാൻ പറയുന്നത്, മക്കളെ വിളിച്ച് അനാവശ്യം കാണിച്ചു കൊടുക്കുന്ന ബാപ്പാരും ഉമ്മാരുണ്ട് എന്ന് എന്നോട് ഒന്ന് രണ്ട് ആൾക്കാർ പറഞ്ഞപ്പോ എനിക്ക് സങ്കടമായിപ്പോയി. ഞാൻ അങ്ങനെ ചിന്തിച്ചു, റബ്ബേ ഇത് എന്താണ് നമ്മൾ ഈ കേൾക്കുന്നത്? സ്വന്തം മക്കളെ വിളിച്ചിട്ട് ബാപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്നിട്ട് സെക്സ് കാണിച്ചു കൊടുക്കുക എന്താണ്? പിന്നെ നമ്മളെങ്ങനെ സഹോദരങ്ങളെ ഇങ്ങനെ കുറെ ദ്വാരന്നിട്ട് ഇങ്ങനെ കുറെ ഇരുന്നിട്ട് എന്താ കാര്യം? തക്കം കിട്ടുന്ന നേരത്ത് അനാവശ്യം കാണുന്നു, അനാവശ്യം കേൾക്കുന്നു. ഈ ഉപകരണം ഹൈറായതിന് മാത്രം മുന്നോട്ട് നീക്കാനുള്ള കഴിവ് നമുക്ക് വേണ്ടേ? കത്തിക്കൂല്ലേ രണ്ട് സ്വഭാവം? എന്താ കത്തിന്റെ മറ്റേ സ്വഭാവം ആരും സ്വീകരിക്കാത്തത്? അതെടുത്തൊന്ന് കുത്തിയാൽ നല്ല റെഡി ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ കൂട്ടാൻ അറിയാൻ പറ്റും, കൂട്ടാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അറിയാൻ പറ്റും, ഉള്ളി അറിയാൻ പറ്റും, കേങ്ങ അറിയാൻ പറ്റും, പഴം മുറിക്കാൻ പറ്റും, പലതിനും പറ്റും, ചീര അറിയാൻ പറ്റും. അതേ കത്തി കൊണ്ട് തന്നെ ഒന്ന് അവിടെയും ഇവിടെ കുത്തിയിട്ട് ഓട്ടയാക്കാൻ പറ്റും, മുറിവുണ്ടാക്കാൻ പറ്റും, വേറെ ആളെ ശരീരത്തിൽ കുത്താൻ പറ്റും. അത് പറ്റുമോ? അതേപോലെ തന്നെയല്ലേ ഇതിനുള്ള വശം?
നല്ലത് സ്വീകരിച്ചങ്ങ് നടക്കാനുള്ള പക്വത നമ്മൾ നേടണ്ടേ? ഒറ്റക്കനവനാവന്റെ റൂമിലിരുന്നാല് ബാപ്പ കേട്ടില്ലെങ്കിലും ഉമ്മ കേട്ടില്ലെങ്കിലും അല്ലാഹു തആല കേൾക്കുമെന്ന ബോധം വേണ്ടേ? ഒറ്റക്ക് പുറത്തെവിടെ നിന്ന് വീട്ടിൽ പോകുമ്പോഴേക്ക് തെങ്ങാനും കണ്ടു തീർക്കട്ടെ എന്ന് കരുതി ഇരിക്കുന്ന ഹതഭാഗ്യരുല്ലേ? മണിക്കൂർ കണക്കിന് ഇരിക്കാണ്. എന്താ പൊരേ പോകാത്ത? പൊരേ പോയാ പിന്നെ അത് കാണാ പെണ്ണുങ്ങളാക്കൂല, അല്ലെങ്കിൽ മക്കളാക്കൂല. അവരൊക്കെ ശല്യക്കാരാണ്, ഇവിടുന്ന് കണ്ടിട്ട് അങ്ങ് പോട്ടെ എന്ന് അവിടെ എത്തിയിട്ട് നേരം വെക്കിന് എന്തെങ്കിലുമൊക്കെ നുണ പറയാലോ. അങ്ങനെ ഇരിക്കുന്ന ഹതഭാഗ്യരുമുണ്ട്. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ, ഇത് ചെറിയ അടയാളമല്ല. വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ, ഇത്തരത്തിൽ വല്ല അനാവശ്യങ്ങളും ഉള്ള പരിസരത്തുകൂടെ ജീവിക്കുന്നവർ അള്ളാഹു പൊരുത്തപ്പെട്ട മഹാന്മാരാണെങ്കിൽ അവിടെ പോയി നോക്കി നിൽക്കാനോ എന്ത് നടക്കുന്നു എന്ന് നോക്കാനോ കേൾക്കാനോ അവര് പോകൂല. മറൂ കിറാമാ, മാന്യന്മാരായി ബഹുമാനമുള്ളവരായി ബഹുമാനം കുറക്കാതെ നടന്നു പോകുന്നു. നമ്മൾ മക്കളോട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് നമ്മൾ അതിന്റെ ആളുകളാണെങ്കിലോ അപ്പറഞ്ഞീനെ വല്ല ഫലവും ഉണ്ടാകോ? ഒന്നും ഉണ്ടാകൂല. ഇതുകൊണ്ടല്ലേ ഇത്രയും ഉപദേശങ്ങൾ പറഞ്ഞ് എട്ടാമത്തെ അടയാളം പറയുന്നത് വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാനാ. റബ്ബിന്റെ ആയത്തുകൾ ഓതിയിട്ട് വഅദ് കേട്ടാൽ ഉത്ബോധനം കിട്ടിയാൽ അന്ധന്മാരായും ബധിരന്മാരായും മൂകന്മാരായും അല്ലത് സ്വീകരിക്കുക. സ്വീകാര്യതയുടെ കാത് തുറന്നു വെച്ചവര് ശരിക്ക് ശ്രദ്ധിക്കും, എന്നിട്ടത് ഉൾക്കൊള്ളും, അത് ശരിക്ക് ഫലം കൊള്ളും. അത് പറ്റാത്ത വിഷയമാണോ എനിക്കത് സ്വീകരിക്കാൻ പറ്റൂല. തഫ്സീർ അനുസരിച്ചല്ലേ വായിക്കുന്നത്, മഹാന്മാരല്ലേ എഴുതി വെച്ചത്, യാതൊന്നും നമ്മൾ കൂട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് സ്വീകാര്യത എന്ന് പറയുന്നത്, സ്വീകരിക്കാനുള്ള മനസ്സ് എന്ന് പറയുന്നത് ഇബാദുർ റഹ്മാന്റെ അടയാളമാണ്. മുൻഗാമികൾക്ക് ഇത് നന്നായി ഉണ്ടായിരുന്നു. 40 ദിവസത്തെ വാത് കേട്ടിട്ടല്ലേ അവര് ഹുക്കുമുകൾ മുഴുവനും പഠിച്ചത്, ചരിത്രങ്ങൾ പഠിച്ചത്, തഫ്സീർ പഠിച്ചത്. പഴയ കാലത്ത് ആ 40 ദിവസത്തെ വാത് കേൾക്കാൻ എത്ര ദൂരത്തേക്ക് അവർ ചൂട്ടും കത്തിച്ച് പോയിട്ടുണ്ട്, റാന്തൽ വിളക്കുമായി പോയിട്ടുണ്ട്, പാനൂസുമായി പോയിട്ടുണ്ട്. പോയി തിരിച്ചു വന്നാൽ ജീവിതം മാറിപ്പോയി. തലേന്ന് ചെയ്തത് പിറ്റേന്ന് പലതും ചേഞ്ച് വന്നുപോയി. ചോദിക്കുമ്പോ പറയുന്നത് ഇന്നലെ വാതിന് വന്ന ഉസ്താദ് ഒരു ഹറാമായ വിഷയം പറഞ്ഞു, ഞാനത്ര കരുതിയില്ലായിരുന്നു, എനിക്കത് അറിവില്ലായിരുന്നു, ഞാനത് മാറ്റിപ്പോയി, ഇനി ഞാൻ അതിലേക്കില്ല. ഇങ്ങനെ ചേഞ്ച് വരുത്തി ജീവിച്ചിരുന്ന മഹാന്മാരില്ലേ, അവരൊക്കെ അല്ലാഹ് സ്വീകരിച്ച് പൊരുത്തപ്പെട്ട കൂട്ടത്തിലാണ്. സഹോദരങ്ങളെ, വലിയ ഭരണാധികാരിയായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും വാദ് കേൾക്കുന്ന മഹാനാണ്. നല്ല ആലിമീങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അതിന്റെ നടുവിലങ്ങ് ഇരുന്നിട്ട് മഹാനവറുകൾ വാദ് പറയാൻ പറയും. ഭരണാധികാരിയാണ്, 2 കൊല്ലവും ചില്ലറ മാസവും മാത്രമേ ഭരിച്ചിട്ടുള്ളൂ. 1-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് മഹാന്മാര് പേരെടുത്ത് പറഞ്ഞ മഹാനാണ്. നീതി കൊണ്ട് നാട് മുഴുവനും നിറച്ച മഹാനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വാളങ്ങ് കേൾക്കുമ്പോ അതിനനുസരിച്ചൊരു പ്രതിഫലനം ജീവിതത്തിൽ കാണുന്നു. ഭരണാധികാരി സ്വീകരിക്കേണ്ട സുഖങ്ങളൊന്നും മഹാനവറുകളിൽ കാണാതെ വന്നപ്പോ പലരും ചോദിച്ചു, എന്തേ ഇങ്ങനെ നിങ്ങളാകാനുള്ള കാരണം? മഹാനവറുകൾ പറയുന്ന ഒരു ഹദീസ് എന്റെ കാതിൽ കേട്ടത് മുതൽ പിന്നെ എനിക്കതൊന്നും വേണ്ട എന്ന് തോന്നിപ്പോയി. ഞാൻ അധ്വാനിക്കാൻ തുടങ്ങിയതാണ്, ഞാൻ ക്ഷീണം സഹിച്ചും ഇബാദത്തിന് മുന്നിട്ടിറങ്ങിയതാണ്, അതേ ക്ഷമിച്ച് സഹിച്ച് മുന്നിട്ടിറങ്ങിയതാണ്. സുഖങ്ങൾ പലതും ഞാൻ കൈയൊഴിഞ്ഞതാണ്. എനിക്ക് വേലക്കാരിയെ ഞാൻ വെച്ചിട്ടില്ല. ബൈത്തുൽ മാലിൽ നിന്ന് ഒരാളെങ്ങനെ സ്വീകരിച്ച് എനിക്ക് വെക്കാമായിരുന്നു. എന്റെ ശരീരത്തിന് അല്ലാഹ് ആഫിയത്ത് തന്നിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് അത് വേണ്ട, അത് വെച്ചു. എന്റെ മക്കൾക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ അവിടെയും ഇവിടെയും ജോലി കൊടുക്കാം. അവിടെ ഞാൻ ജോലി കൊടുത്തിട്ട് അവിഹിതമായത് വല്ലതും അവർ പറ്റിപ്പോയാലോ എന്ന് കരുതിയിട്ട് ഞാൻ അവരൊക്കെ പുറത്തെ ഹലാലായ ജോലിയിൽ ഏൽപ്പിച്ചു. ഒരാളും ബൈത്തുൽ മാലിന്റെ അധികാരത്തിലോ ജോലിയിലോ വേണ്ട. ഈ
തരത്തിൽ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അവർ മാറിയത് ഇശാ നിസ്കാരത്തിന്റെ ശേഷം ഉലമായിനെ വിളിച്ചു വരുത്തിയിട്ട് നല്ല വാദങ്ങ് കേട്ടിട്ടാണ്. വാദ് പറഞ്ഞ ഉലമാക്കൾ പറയുന്നു, വാദ് പറഞ്ഞു കഴിയുമ്പോ ഞങ്ങൾ പതുക്കെ മഹാനവറുകളെ ഒന്ന് ഇളക്കി നോക്കാറുണ്ട്. കാരണം പലപ്പോഴും വിതുമ്പിക്കരയാറുണ്ട്, അബോധാവസ്ഥ സംഭവിക്കാറുണ്ട്. മരിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് അനക്കി നോക്കാറുണ്ട്. പലപ്പോഴും ഞങ്ങളെ മുന്നിൽ കിടക്കുന്നത് ജനാസയാണോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ജീവിതമാകെ പരിവർത്തനത്തിലേക്ക് മുന്നിട്ടിറങ്ങി. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം, നല്ല വാദ് കേൾക്കണം, വാദ് കേട്ടിട്ട് നല്ല മാറ്റം വേണം. മാറുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഒരുപാട് സ്നേഹികളുണ്ട്. അല്ലാഹുവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. പലരും വിളിച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. നിങ്ങൾ എവിടെ നടന്ന കഴിഞ്ഞെല്ലാം നടന്ന വാദ് തന്നെ കേട്ടവർ എത്രയോ ഉണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് വാദ് കേട്ടിട്ട് പല ആളുകളും പല വിഷയങ്ങളും മാറ്റിയവരുണ്ട്. മാറാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ദുർവാശിയുടെ ആളുകളാകരുത്. സ്നേഹബുദ്ധിയ കേട്ടതനുസരിച്ച് നമ്മൾക്ക് മാറ്റം വേണം. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളിവിടെ വന്ന അലങ്കാരത്തോടെ ഇരിക്കാനല്ല, ഞാനും നിങ്ങളും മാറാനാണ്, നമ്മൾ ഓരോരുത്തരും മാറാനാണ്. അല്ലാഹു തആലാന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉത്ബോധനങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഉപദേശങ്ങളൊക്കെ നടത്തി. ഇനി ഒരു വിഷയം കൂടി പറയാനുണ്ട്. അതിന്റെ മുമ്പ് ഇത്ര കനപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞ് അല്ലാഹു കൊടുത്തൊരു അടയാളം നോക്ക് നിങ്ങൾ. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം, അവർ വെറുതെ വാദ് കേൾക്കൂല, അവർ കേട്ടാ കേട്ടതുപോലെ ഇരിക്കും. ലം യഖിറു അലൈഹാ സുമ്മൻ വഉമ്യാന ലം യസുമു അനിൽ ഹഖി, സത്യം കേൾക്കുന്നതിൽ നിന്ന് സത്യം അനുസരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും അവർക്ക് ബധിരത വരൂല. ഫലം യഅമു അൻഹു, സത്യത്തെ തൊട്ട് അവർ അന്തരാകൂല. സത്യം മനസ്സിലാക്കി അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് കേൾക്കുന്നത് അവർ ഉൾക്കൊള്ളുന്നു. ആയത്തുകൾ കേട്ടിട്ട്, ഹദീസുകൾ കേട്ടിട്ട്, ചരിത്രങ്ങൾ കേട്ടിട്ട്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊണ്ടിട്ട് മാറ്റം വരുന്നൊരു ഖൽബ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എത്ര വാദ് കേട്ടാലും, എത്ര ഉപദേശം കേട്ടാലും, എത്ര ദിക്ർ ചൊല്ലിയാലും മാറാത്തൊരു ഖൽബുണ്ട്. അതിനാണ് ഖസ്വത്തുൽ ഖൽബ് എന്ന് പറയുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന അബ്അദന്നാസി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി, അള്ളാഹുവിനോട് ജനങ്ങളിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്ന ആള്, അള്ളാഹിന്റെ റഹ്മത്തിനൊത്തൊട്ട് ദൂരത്തായ ആള് കടുത്ത മനസ്കനാണ്. ചേഞ്ചില്ല. ഒരുപാട് അവൻ കേൾക്കുന്നുണ്ട്, ഒരുപാട് അറിയുന്നുണ്ട്, പക്ഷേ മാറ്റത്തിന് വിധേയമാകാനില്ല. കടുത്ത മനസ്കനാണ്. ആ കടുത്ത മനസ്കൻ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലെയാണ്. സഹോദരങ്ങളെ, ഖസ്വത്തുൽ ഖൽബ് വേണ്ട, സ്വീകരിക്കുന്ന മനസ്സ് വേണം, സന്നദ്ധതയുള്ള മനസ്സ് വേണം. അള്ളാഹു നമുക്ക് തെറ്റിത്തെരുമാറാകട്ടെ. ഒരായത്ത് ഓതിയപ്പോഴേക്ക്, ആ ആയത്തിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചപ്പോഴേക്ക് എത്രയാണ് മഹതിമാരും മഹാന്മാരും ചിന്തിച്ചു പോയത്, അവരെത്രയാണ് ആലോചിച്ചു പോയത്. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ആയത്തുകൾ ഓതുന്നതിന്റെ ഇടയ്ക്കിടക്ക് മഹദി അവർകൾ ഒരുപാട് ചിന്തിക്കും. ചില സ്ഥലത്തൊക്കെ കരഞ്ഞ് പിന്നെ ഓത്തങ്ങ് നിലച്ചു പോകും. അവർക്ക് വരുന്ന ഒരു പ്രതിഫലനമാണ്, മാറ്റമാണ്. ആയത്തുകൾ ഇങ്ങനെ സ്വന്തം ഓതുമ്പോഴോ മറ്റുള്ളവർ ഓതി കേൾക്കുമ്പോഴോ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം ചെറുതല്ല. എന്തേ അങ്ങനെ മാറ്റം വരാൻ കാരണം? അല്ലാഹ് സ്വീകരിച്ച അടിമകളിൽ അവർക്ക് പെടാനുള്ള തൗഫീഖാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഉത്ബോധനങ്ങൾ സ്വീകരിക്കുന്നവരാകണം നമ്മൾ. ഏത് വാദും കേൾക്കാൻ ഇപ്പൊ നമുക്ക് സൗകര്യമുണ്ട്. വാദ് കേൾക്കുന്നതിൽ മാത്രമല്ല ഫലമുള്ളത്, ഏറ്റവും വലിയ ഫലം അത് സ്വീകരിക്കുന്നതിലാണ്. സ്വീകാര്യതയുടെ സന്നദ്ധത അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. മുൻഗാമികളിൽ അത് വളരെ കൂടുതലുണ്ടായിരുന്നു. നമ്മളെപ്പോലെ അക്ഷരാഭ്യാസം അവർക്കില്ലായിരുന്നു, കുറവായിരുന്നു. ഒരുപക്ഷെ സ്വന്തം പേര് തന്നെ എഴുതാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെക്കാൾ വലിയ സ്വീകാര്യതയും വലിയ സന്നദ്ധതയും വലിയ പരിവർത്തനവും അവരിൽ കണ്ടിരുന്നു. ഒരു ദിക്റൊക്കെ കൊണ്ട് കിട്ടിയാ പിന്നെ ആ ദിക്ർ അവർ ദായിമാക്കി, പിന്നെ വിടാതെ കൊണ്ടുവന്നു. ഇപ്പൊ ചോദിക്കുമ്പോ നിങ്ങൾക്ക് ആരായി ദിക്ർ ചൊല്ലിയെന്ന്, അത് മുമ്പ് ആ ദിക്റിന്റെ മഹത്വം ഇങ്ങനെ ഒരു വാൽന്ന് കേട്ടപ്പോ ഞാൻ അതാണ് പതിവാക്കി പിന്നെ അത് വിടാതെ കൊണ്ട് നടന്നു. അത് വലിയ മാറ്റല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഹദീസിൽ കേട്ട അവലംബം മാത്രം സ്വീകരിച്ച് അമൽ ചെയ്ത് വലിയ ഭാഗ്യം കിട്ടി എത്ര മഹാന്മാരുണ്ട്, എത്ര സ്വഹാബിമാരുണ്ട്. ആ ഹദീസിൽ അങ്ങനെ പറഞ്ഞല്ലോ,
അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് ചിന്തിച്ച ആളുകൾ എമ്പാടുണ്ട്. ഞാൻ അതിന്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ലാസ്റ്റ് അല്ലാഹു പറയുന്ന ഒരു വാക്ക് നോക്ക് നിങ്ങൾ. ഇവിടെയും നമുക്ക് രക്ഷ വേണം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. രണ്ട് ദുആകളാണ്. ഒരു ദുആ നമ്മൾ ഇന്നലെ പറഞ്ഞു, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. അത് വല്ലാത്ത ഗൗരവമുള്ളതാണ്. ഇപ്പൊ ചൊല്ലുന്ന ദുആ റബ്ബനാ ഹബ് ലനാ, റബ്ബേ ഞങ്ങൾക്ക് നീ ഓശാരമായി തരണം, മിൻ അസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വദുർരിയാതിനാ ഞങ്ങളുടെ സന്തതികളിൽ നിന്നും, ഖുർറത അയുനിൻ കൺകുളിർമയാർന്നതിനെ തരണേ അല്ലാഹ്, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ആ നല്ല ആളുകൾ ഞങ്ങളെ പിൻപറ്റി ജീവിക്കാൻ ഞങ്ങളെ നീ മാതൃകായോഗ്യരാക്കി തരണം. നല്ല ഭാര്യയും നല്ല മക്കളും ഞങ്ങൾക്ക് വരുമ്പോ അവര് മുത്തഖീങ്ങളായി വളർന്നു വരുന്നവരല്ലേ, അവർക്ക് ഞങ്ങളെ ഇമാമാക്കി തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കണ്ടിട്ട് അവർക്ക് പഠിക്കാൻ മാത്രം ഞങ്ങൾക്ക് നീ ഹിദായത്തും തൗഫീഖും സലാഹിയത്തും ഏറ്റി തരണം. അല്ലാഹുവിനോട് ദുആർക്കാണ്. ഇത് ചെറിയ ദുആയല്ല. നമ്മളെ കണ്ടിട്ടല്ലേ അവര് പഠിക്കുന്നത്. എന്താണ് ഈ ഖുർറത്ത് അയ്യിൻ എന്ന് പറഞ്ഞാല്? സഹോദരങ്ങളെ, റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർറത്ത് അയ്യിനിൽ ലഹും ഫിദ്ദീൻ, ദീനിൽ കൺകുളിർമയാകുന്ന കുട്ടി എന്നാണ് അർത്ഥം. ലാഫിൽ ഉമൂരി ദുന്യവിയാ, ദുന്യവിയായ കാര്യങ്ങളിലല്ല. മിനൽ മാലി വൽ ജമാൽ, സമ്പത്തും സൗന്ദര്യവും നോക്കിയിട്ട് അതെല്ലാവർക്കും ഇല്ലേ, മുസ്ലിമിന്റെ ആൾക്കാർക്ക് മാത്രാണോ? ഓ നല്ല മോനാ എന്റെ മോന് എന്ന് വാപ്പ പറയുന്നത് ദീന് നോക്കിയിട്ടല്ല. ഇഷ്ടം പോലെ ഓന്റെ കയ്യിൽ എണ്ണിത്തീരാൽ ഒരുപാടുണ്ട്. അതല്ല ഖുർറത്ത് അയ്യിൻ എന്ന് പറഞ്ഞാല്. കണ്ടാൽ ആരൊന്ന് കണ്ണു തുറപ്പിച്ചു നോക്കിപ്പോകും. എന്തൊരു കണ്ണാണ്, എന്തൊരു ചുണ്ടാണ്, എന്തൊരു മൂക്കാണ്. ആ ഒരു ജമാലിയത്ത് നോക്കിയിട്ടല്ല. എന്തൊരു വടിവത്ത തടിയാണ്, അഴകാണത് നോക്കിയിട്ടല്ല. എന്തേ ഇങ്ങനെ പറയാനുള്ള കാരണം? രണ്ട് ന്യായങ്ങൾ റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതേ, അവര് ദുനിയാവിൽ അവരെ കൂടെ ജീവിക്കുമ്പോ നല്ല ഭാര്യമാരെയും സന്താനങ്ങളെയും അവർ ചോദിച്ചത്, അതേ അള്ളാന്റെ മാർഗത്തിൽ മഹാന്മാര് മുന്നിടുമ്പോ അവരെ പോലെ നല്ല നിലയ്ക്ക് ഇവിടെ നിന്നിട്ട് സ്വർഗത്തിലും അവരെ കൂടെ ചേരാൻ പറ്റുന്ന നല്ല മക്കളെ വേണം എന്നാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നവരാകുമ്പോ അള്ളാഹനെ അനുസരിക്കുന്ന, നേർക്ക് നേരെ നിസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, ബാപ്പാനെ ഉമ്മാനെ അനുസരിക്കുന്ന നല്ല സന്താനങ്ങളെ വേണം, നല്ല പേരമക്കളെ വേണം. അല്ലാഹു തആല അവരോടുകൂടെ ആഖിറത്തിൽ ചേർത്തി തരുമ്പോഴാണല്ലോ യഥാർത്ഥ കൺകുളിർമ വരുന്നത്. ആഖിറത്തിൽ മക്കളും പേരമക്കളും കൂടെ വരുമ്പോ ബാപ്പാക്കും ഉമ്മാക്കും വരുന്ന കുളിരി ചെറുതല്ല. അപ്പൊ ഖുർറത്ത് അയ്യിൻ എന്ന് ചോദിച്ചാൽ ഇവിടത്തേക്ക് മാത്രമുള്ളതല്ല. അന്നഹും സഅലൂ അൻ യൽഹഖല്ലാഹു അസ്വാജഹും വദുർരിയതഹും ബിഹിം ഫിൽ ജന്നാ ലിയുതിമ്മ സുറൂറഹും ബിഹിം. സ്വർഗ്ഗത്തിൽ ഇവരെ കൂട്ടിത്തരണമെന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥമെങ്കിൽ അതിന് പറ്റുന്നവരാക്കി നല്ല മക്കളും ഭാര്യമാരുമാക്കി നന്നാക്കി തരണേന്നാണ് ആ ചോദിക്കുന്നതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, ചോദ്യം മാത്രം അതിന് പോരാ. നമ്മുടെ പ്രവർത്തനം വേണം, നമ്മുടെ മാതൃക വേണം. മുന്നിൽ നിന്നത് കാണിച്ചു കൊടുക്കാൻ നല്ല തന്റെ ഇടവും യോഗ്യതയും വേണം. ഹദ്ദാദ് ചൊല്ലുന്നതിൽ ബാപ്പ നല്ല കാർക്കശ്യക്കാരനാണ്. ഖുർആൻ ഓതുന്നതിൽ ബാപ്പ നല്ല ചിട്ടവത്ത ആളാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഓതാതെ ബാപ്പ വിടൂല. സുബഹി ഖളാക്കാതെ ഒരു നിലക്കും നിസ്കാരം പതിവാക്കിയിട്ടുണ്ട്. ഇനി പറയാത്ത രൂപത്തിൽ തന്നെ എണീറ്റവൻ നിസ്കരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അത് കാണുമ്പോ മനസ്സിനൊരു കുളിര് വരുന്നില്ലേ, ഒരു സന്തോഷം വരുന്നില്ലേ? അത് ചെറുതല്ലല്ലോ. സ്വഹാബിമാർ അവരെ മക്കളെ കണ്ടിട്ട് സന്തോഷിച്ചൊരു സന്തോഷം ചെറുതല്ലല്ലോ. ആ മക്കളെ ഇൽമിലും ദീനിലും ദുനിയാവിലും ആഖിറത്തിലും എല്ലാ നിലകളിലും നോക്കുമ്പോ ഫുൾ മാർക്ക് നേടിയ മക്കളായി വർത്തിക്കുന്നു. അവരെ മനസ്സിന് എന്തൊരു സന്തോഷമാണ്.
ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളെ കാണുമ്പോൾ എത്ര സന്തോഷാണ്. കാരണം മകനെ കണ്ടാൽ മറ്റുള്ളവർ പഠിക്കും. ആ മകന് മുന്നോട്ട് നീങ്ങുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്തിട്ട് മാത്രമാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതേ ആസിം റളിയല്ലാഹു അൻഹു കണ്ടാലും അങ്ങനെ തന്നെ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അവിടുത്തെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കണ്ടാൽ, മറ്റൊരു മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു കണ്ടാൽ എന്തൊരു സന്തോഷമാണ്. അവരൊക്കെ അതേ ലെവലിൽ അതേ നിലവാരത്തിൽ അല്ലാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. ദീനിൽ അവർ ഖുർറത്തൈൻ ഉണ്ടാകണം. ഇൽമ അവർ പഠിച്ച് ആ ഇൽമനുസരിച്ച് പ്രവർത്തിച്ച് നാട്ടിലെ സാമൂഹ്യ രംഗത്തും കുടുംബരംഗത്തും നല്ല സൂക്ഷ്മതയിലും ജീവിക്കുന്ന മക്കളായി പാപ്പാനെ ഉമ്മാനെ അനുസരിക്കുന്ന അള്ളാഹുവിനെ അനുസരിക്കുന്ന നല്ല മക്കൾ. ഹസനുൽ ബസരി തങ്ങളോട് ഈ ആയത്തിനെ പറ്റി ഒരാൾ വന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹു മുസ്ലിമായ അടിമക്ക് അവന്റെ ഭാര്യയിൽ നിന്ന്, അവന്റെ സഹോദരനിൽ നിന്ന്, അവന്റെ കുടുംബക്കാരിൽ നിന്ന് അള്ളാഹുവിന്റെ ത്വാഅത്ത് കാണിച്ചു കൊടുക്കാൻ. മക്കളൊക്കെ അള്ളാഹനെ അനുസരിക്കുന്ന രൂപത്തിൽ മക്കളങ്ങനെ കാണുമ്പോ ബാപ്പാക്കും ഉമ്മാക്കും വരുന്ന സന്തോഷം അതിലപ്പുറം എന്തുണ്ട്? മക്കളെ നടപടി കണ്ടിട്ട്, അവരുടെ ചിട്ടയൊത്ത ജീവിതം കണ്ടിട്ട് അൽഹംദുലില്ലാ എന്റെ മോനെന്തൊരു സൂക്ഷ്മത. ഉസ്താദെ, ഞാൻ ഓനെ വലുതാക്കി പറയല്ല, പക്ഷെ ഓനെ ഒരു കൃത്യത ഉള്ള ആളാണ്. ഒരു നയാ പൈസ അനാവശ്യത്തിലും ചെലവഴിക്കൂല എന്നൊരു ബാപ്പ മകനെ പറ്റി ആത്മവിശ്വാസം ചെയ്യുന്നതും അങ്ങനെ തന്നെ ആ മകൻ നടക്കുന്നതും എത്ര വലിയ സന്തോഷമാണ്. സമയൊത്താലും ഓൻ കൃത്യമായിട്ട് നിസ്കരിക്കും. ഓനോടത് പറയണ്ട. ചിലപ്പോഴൊക്കെ ഓൻ നിസ്കരിക്കുന്ന സുന്നത്ത് കണ്ടിട്ടായിരിക്കും ഞാനും കൂടി നിസ്കരിക്കുന്നത്. ദുന്യാവിൽ ഇത്ര വലിയ അനുഗ്രഹം വേറല്ല. മിനനുല്ലിലാഹി അലൽ ഇബാദി കസീറാ. അതേ അല്ലാഹ് അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. അതിലേറ്റവും മുഖ്യമായ അനുഗ്രഹം ഏതാണെന്നറിയോ? മക്കൾ ഏറ്റവും നല്ലവരും ഉത്കൃഷ്ടരുമാകലാണ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു രണ്ട് മക്കള്, ഉമ്മ ആ രണ്ട് മക്കളെ ഗസാലി ഇമാം തങ്ങളെയും സഹോദരനെയും ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നടക്കുമ്പോ, ബാപ്പ നേരത്തെ മരണപ്പെട്ടുപോയി, വല്ലാത്ത ദാരിദ്ര്യമുള്ള കാലവും. പക്ഷെ ആരെ കണ്ടാലും ഗസാലി ഇമാമിന്റെ ഉമ്മ പറയും, എനിക്ക് രണ്ട് കുട്ടികളുണ്ട് കേട്ടോ, ഇവലും നന്നായി കിട്ടാൻ നിങ്ങൾ ദ്വാരക്കണം, നിങ്ങൾ ദ്വാരക്കണം കേട്ടോ, ഇവൽ നന്നാകാൻ ദ്വാരക്കണം. രണ്ട് മക്കളും ആരായി നിങ്ങൾ നോക്കി. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആരാ? മഹാന്മാര് പറഞ്ഞില്ലേ, ഗസാലി ഇമാം തങ്ങൾ ഇനി ഒരു നബിയായിട്ട് വരാൻ ഒരാൾക്ക് ഒരു ചാൻസ് കൊടുക്കുകയാണെങ്കിൽ, ഒരു ഇമാമായിട്ട് മദ്ഹബിന്റെ ഇമാമുകൾ വെച്ച് അടുത്തൊരു ഇമാമായിട്ടൊരു വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ ഗസാലി ഇമാമിന്റെ ഒരു ചാൻസ് ഉണ്ടാകുമായിരുന്നു. അത്രയും വലിയ ഇൽമിന്റെ ആഴല്ലേ. അതുകൊണ്ടല്ലേ പള്ളി ദർസിലെ കുട്ടികൾ വരെ ഓതിപ്പടിക്കാൻ പോയി ഗസാലി ഇമാമിന് കിട്ടിയ ഇൽമിൽ ആഗ്രഹിച്ചുകൊണ്ട് അവർ ചൊല്ലുന്നത് നവ്വിരീലാഹസ്സമാ ഖൽബൽ ഗരീബി കമാ നവ്വർത ഖൽബ ഇമാ മിന്നാസി ഗസാലി. റബ്ബേ, എന്റെ നാട്ടിൽ നിന്നൊരു പരദേശിയായി ഞാൻ ഇവിടെ വന്നത് ഈ ഉസ്താദിന്റെ കീഴിൽ ഇൽമു സ്വീകരിക്കാനാണ്. ഒരുപാട് ദൂരത്തേക്ക് പരദേശിയായി പോയ ഗസാലി ഇമാം തങ്ങളെ ഖൽബിന് ഇൽമിന്റെ നൂറാനിയത്ത് നൽകിയതുപോലെ ഈ സാധുവിന്റെ ഖൽബിനും ഇൽമു തന്ന് നൂറ് തരണേ അല്ലാഹ്. മുത്തഅല്ലിമുകൾ അതിങ്ങനെ ദ്വാരക്കുമ്പോ ഗസാലി ഇമാം തങ്ങൾ പോയ കാലം ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഉസ്താദിനെ ഏൽപ്പിച്ചു. ഉമ്മ പോയിട്ട്, ഉസ്താദേ, ഇതാ എന്റെ കുട്ടിയെ നിങ്ങൾ നന്നായി പഠിപ്പിക്കണം. കുറച്ച് ചെറിയ സംഖ്യ കൊടുത്ത് ഏൽപ്പിച്ചു. ഗസാലി ഇമാം തങ്ങളെ ഉമ്മ ഏൽപ്പിച്ചു. ആ സംഖ്യക്ക് ഉസ്താദ് പഠിപ്പിച്ചു. വരിസംഖ്യ തീർന്നു. ഇനി കുട്ടി എവിടെയെങ്കിലും കൊണ്ട് പഠിപ്പിക്കണല്ലോ. ഭക്ഷണം സൗജന്യമായി കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചു. അന്ന് ദാരിദ്ര്യമാണ്, ആരുമില്ലല്ലോ നോക്കാന്. അങ്ങനെ സൗജന്യമായി ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഗസാലി ഇമാം തങ്ങൾക്ക് വലിയ സന്തോഷായി. ഇൽമു നേടാൻ വേണ്ടി വന്നതാണ്, പക്ഷേ ഭക്ഷണം കിട്ടുമെന്നൊരു മോഹം വന്നുണ്ടായിരുന്നു. അതെന്നെ പലപ്പോഴും ഗസാലി ഇമാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ത്വലബത്തുൽ ഇൽമി ലിഗൈരില്ലാ ഫഅബാ യകൂന ഇല്ലാ ലില്ലാ.
ഭക്ഷണം കിട്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പോയതെങ്കിലും അവിടെ പോയി നിയ്യത്ത് നന്നാക്കി ഇൽമിലങ്ങ് തപസ്സിരുന്നപ്പോ അല്ല തീരുമാനിച്ചു, ഈ വരുന്നതും ഇരിക്കുന്നതും സമയം കളയുന്നതും അത് എനിക്ക് വേണ്ടി മാത്രമേ ആകാൻ പറ്റൂ എന്ന നിശ്ചയപ്രകാരം അല്ല നിയ്യത്ത് നന്നാക്കി തന്ന് ഞാനങ്ങ് പഠിച്ചു, ക്ഷമിച്ചു, സഹിച്ചു. എന്തായിരിക്കും ഗസാലി ഇമാം തങ്ങളെ ഉമ്മാന്റെ ഒക്കെ ഒരു ഖുർറത്തൈൻ. ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ ഒക്കെ ബാപ്പാന്റെ ഒക്കെ കണ്ണിന്റെ കുളിരെത്രയായിരിക്കും. ആ ഒരു കിതാബ് നോക്കിയിട്ട് എത്രായിരം ആലിമീങ്ങളാണ് ഹദീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബുഖാരി ഇമാം തങ്ങൾക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും ഒറ്റ കുട്ടിയില്ല. എന്തിനാ കുട്ടികൾ? ശിഷ്യഗണങ്ങൾ തന്നെ എത്ര ഉണ്ട്. ബുഖാരി ഓതി പഠിച്ചവരെന്നെ എത്ര ഉണ്ട്. അത് പോരെ ധാരാളം. ഇപ്പോഴും അത് ചൊല്ലിക്കൊണ്ടിരിക്കല്ലേ, പഠിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. ഇമാം നബി റളിയല്ലാഹു അൻഹു കുറഞ്ഞ വയസ്സേ ജീവിച്ചിട്ടുള്ളൂ, 40-45 വയസ്സ്. അള്ളാഹു കൊടുത്ത ബർക്കത്ത് നമ്മളെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ആ നബി ഇമാം തങ്ങൾ വഫാത്താകുമ്പോ ബാപ്പ ഹയാത്തിലുണ്ട്, ഉമ്മ ഹയാത്തിലുണ്ട്. പക്ഷെ രണ്ടുപേരും മനസ്സിൽ വന്നൊരു സന്തോഷം, ഇമാം നബി തങ്ങളെ കിതാബിന് ആലിമീങ്ങൾ ഖിദ്മത്ത് ചെയ്യുന്നതും അവിടുത്തെ ശിഷ്യന്മാരൊക്കെ കണ്ടപ്പോ അല്ലല്ലാ അവരെ മനസ്സിൽ വന്നൊരു സന്തോഷല്ലേ, അത് വർണ്ണിച്ചു തീർക്കാൻ പറ്റൂല. കോടതിയിലാകട്ടെ രാജാവിന്റെ മുന്നിലാകട്ടെ ഹക്ക് തുറന്നു പറഞ്ഞിട്ട് ഒരാളും കൂടല്ലാതെ പോയി ജയം സംഭരിച്ചിട്ട് ഇമാം നബി തങ്ങൾ പറഞ്ഞ് രാജാവണ്ട് അംഗീകരിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ ആ മോനെ കൊണ്ട് കിട്ടിയൊരു കുളിരത്രേ. വേറൊരു പാർട്ടിന്റെ സ്വാധീനം കൊണ്ടല്ല, അള്ളാന്റെ വജഹിന് വേണ്ടി മാത്രം പോയിട്ട് ഹക്കായത് പറഞ്ഞിട്ട് ദീന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഉമ്മാന്റെയും ബാപ്പാന്റെ ഒക്കെ മനസ്സിലുള്ള സന്തോഷത്രേ. ഹാറൂൻ റഷീദിന്റെ കോർട്ടിൽ നിന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 4 കൊല്ലം അവിടെ താമസിച്ച് നല്ല ഉജ്ജ്വല യാത്രയപ്പം കിട്ടിയിട്ട് മക്കത്തേക്ക് വരുമ്പോ അന്ന് ഉമ്മ ഹയാത്തിലുണ്ട്. ഉമ്മാന്റെ സന്തോഷം എത്രയായിരിക്കും. അത് ചെറുതല്ല. അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് ദുആർക്കേണ്ട ദുആയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. മക്കൾ നന്നാകാൻ ഇഖ്ലാസോടെ ദുആർക്കണം. ഉദ്ദേശിക്കുന്നവരുണ്ടോ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഉദ്ദേശിക്കുന്നവരുണ്ടോ അത്താഴത്തിന്റെ നേരം തന്നെ അതിന് തെരഞ്ഞെടുക്കണം. അത്താഴത്തിന്റെ നേരത്ത് കണ്ണീരൊലിപ്പിച്ച് മക്കൾക്ക് വേണ്ടി ദ്വാരന്ന് മക്കളൊക്കെ നന്നായി കണ്ട് സന്തോഷത്തോടെ നിറപുഞ്ചിരിയോടെ ദുനിയാവിൽ നിന്ന് വിടവാങ്ങിയ നബിയാണ് നബിയുല്ലാഹി യാഖൂബ് അലൈഹിസ്സലാം. 10 മക്കളും ആദ്യം വിലങ്ങിനായിരുന്നു. വെള്ളിയാഴ്ച രാവ് അത്താഴത്തിന്റെ നേരത്ത് എണീറ്റ് യാക്കൂബ് നബി അള്ളാഹിനോട് ദ്വാരന്ന്, പഠിച്ചോനെ എന്റെ 12 മക്കളെയും ഒരാളെപ്പോലും ഹായിബാക്കാതെ നന്ദിയുള്ളവരായി നിന്നെ അനുസരിക്കുന്നവരായി എനിക്ക് നീ കാണിച്ചു തരണം. ആ നബിന്റെ ദുആ അള്ളാഹ് സ്വീകരിച്ചു. പിന്നെ ആ മക്കളെ കൂടെ 25 കൊല്ലം കൂടി സന്തോഷത്തോടെ ബാപ്പ കഴിഞ്ഞിട്ടുണ്ട്, നബിയുല്ലാഹി യാഖൂബ് അലൈഹിസ്സലാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളെ പഠിക്കാതെ ആക്ഷേപിക്കാതെ അവർ നല്ലവരായി തീരാൻ നിഷ്കളങ്കമായി നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും ഈ ഒരു പ്രാർത്ഥനയും അതോടൊപ്പം നല്ല പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല മക്കളായി കിട്ടാൻ അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രാർത്ഥന. കേടായിട്ട് ദ്വാരക്കരുത്. എത്ര മോശത്തരണ്ടായ മോനാണെങ്കിലും കേടായിട്ടൊരു ബാപ്പിയും ഉമ്മയും ഒരിക്കലും ദ്വാരക്കരുത്. എടാ ഈ കുരുത്തം കെടുന്ന ചെന്ന ചെയ്യും എന്നൊരിക്കലും പറയരുത്. എത്ര ബുദ്ധിമോശം കൊണ്ട് എന്ത് മക്കളിൽ നിന്ന് വന്നാലും നമ്മൾ ബാപ്പാരെ ഉമ്മാരെ നമ്മളത് പറയരുത്. നമ്മളൊരു സ്നേഹത്തിന്റെ കുറവ് കാരണം എന്നും തീരാ ദുഃഖം പേറേണ്ട ആളായിട്ട് നമ്മുടെ മകൻ നമ്മൾ കാണുന്നത് സഹിക്കാൻ നമുക്ക് കഴിയുമോ? നമ്മളവരോട് റഹ്മത്തുള്ളവരാകണ്ടേ. അതുകൊണ്ട് അവർക്ക് അനുകൂലമായി നന്നായി കിട്ടിയിട്ടുള്ളൊരു സന്തോഷല്ലേ അത് നമ്മൾ കാണണം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. സബബുകളൊക്കെ ചേർത്തി കൊടുക്കണം, ഉപദേശങ്ങൾ കൊടുക്കണം, ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കണം, മുന്നിൽ നിന്നിട്ട് വഴി നടത്തി കൊടുക്കണം. ആദർശ രംഗത്ത് നമുക്ക് തീവ്രത എങ്ങനെയാണോ അങ്ങനെ നമ്മളെ മക്കൾക്കുണ്ടാകും. ഒരു സംശയമില്ല അതില്. ഇതൊക്കെയാണ് കഴിഞ്ഞ കാല ബാപ്പമാര് നമുക്ക് പകർന്ന ആശയങ്ങൾ. അങ്ങനെയാ
ചരിത്രങ്ങൾ അങ്ങനെയാ, അവർ നൽകിയ പഠനങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല രൂപത്തിൽ മക്കളെ വളർത്തിയിട്ട് നല്ല സന്തോഷത്തോടെ മക്കളൊക്കെ കണ്ടിട്ട് ബാപ്പങ്ങനെ കൺകുളിർമയായി പുഞ്ചിരിച്ച് തിരിച്ചു പോകുമ്പോ അള്ളാഹുവേ ഒന്നുമില്ലെങ്കിലും നല്ല നിലക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു 10 മക്കളെ ഞാൻ നിന്റെ സബീലിലാക്കി തിരിച്ചു വന്നിട്ടാണ് ഞാൻ പോരുന്നത്. ആ ബാപ്പ ഹായിബാകോ? ആ ഉമ്മ വെറുതാകോ? അവര് മോശക്കാരാകോ? അവർക്കൊരു സന്തോഷം കിട്ടും. എത്ര വലിയ സന്തോഷം കിട്ടും. അതുകൊണ്ട് കൺകുളിർമയാർന്ന മക്കളെ വേണം. ഇമാം യാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അവിടുത്തെ കിതാബിൽ, ഞാൻ എന്റെ നാട്ടിലെ മഖ്ബറ കണ്ടു, സ്വപ്നം കണ്ടു. ഖബറിലുള്ള ആൾക്കാരൊക്കെ പുറത്തൊരു മൈതാനത്ത് വന്നിട്ട് എല്ലാരും ഇങ്ങനെ എന്തൊക്കെയോ പെറുക്കി കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഖബറിലുണ്ട് ഒരാൾ പുഞ്ചിരിച്ചങ്ങനെ ഇരിക്കുന്നു, അയാൾ അനങ്ങുന്നില്ല. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചല്ല, നിങ്ങളെന്താ പുറത്തിറങ്ങാത്തത്? നിങ്ങൾ അപ്പുറത്തുള്ള ഖബർ ഒലക്കത ഇറങ്ങി, ഒലക്ക അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് പലതും പെറുക്കിയെടുക്കുന്നുണ്ടല്ലോ. അപ്പോ ആ ഖബറാളി എന്നോട് പറഞ്ഞു, അവരാ പുറത്തു പോയി പെറുക്കുന്നതില്ലേ, മറ്റു പല വകുപ്പിലൂടെയും അവർക്ക് വരുന്ന സംഭാവനയാണ്. നാട്ടിൽ നിന്നുള്ള ദുആ, അതുപോലെ തന്നെ വാദിന്റെ സദസ്സിലുള്ള ദുആ, ദിക്റിന്റെ സദസ്സിലുള്ള ദുആ, പേരമക്കളിൽ നിന്നും മറ്റു പലരിൽ നിന്നും വരുന്ന ഓഫറാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്താ അറിയോ, എനിക്കൊരു മോനുണ്ട്. ആ മോനിൽ നിന്ന് ഡയറക്റ്റായി എനിക്കൊന്നും ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്ന ഖുർആൻ എനിക്കിങ്ങനെ ഓരോ ഖത്തും ഓരോ ദിവസം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പുറത്തുനിന്ന് ഇറങ്ങേണ്ട, സന്തോഷത്തോടെ ഇവിടെ ഇരിക്കാം. നിങ്ങളെ മോനെവിടെ? മോന്റെ അഡ്രസ് പറഞ്ഞു കൊടുത്തു. യാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ പിറ്റേന്ന് ഇറങ്ങി. പിറ്റേന്ന് ഞാൻ പറഞ്ഞ നഗരത്തിൽ ഞാനെത്തി, ടൗണിലെത്തി. മകൻ ഒരു ഹൽവ കച്ചവടക്കാരനാണ്, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്ന മോനാണ്. ഞാൻ ഒന്ന് പോയി അടുത്ത് നിന്ന് നോക്കി, അദ്ദേഹം ഒരാളോട് ഒന്നും മിണ്ടുന്നില്ല. നാവങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ചുണ്ടങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹലുവ എടുത്തു കൊടുക്കുന്നുണ്ട്, കാശും കൊടുക്കുന്നുണ്ട്, ചുണ്ടങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അയാള് പീടി കടക്കും വരെ ഞാനങ്ങനെ പതുക്കെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു. ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താണ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? അപ്പയാണ് പറഞ്ഞത്, ഞാൻ എന്റെ ബാപ്പക്ക് ഖുർആൻ ഖത്തം തീർക്കുകയാണ്. എന്റെ ബാപ്പാന്റെ ഹദ്റത്തിലേക്ക് എന്നും ഖുർആൻ ഖത്ം ഓതുന്ന പണിയാണ് എനിക്ക്. അതിന് കുറവ് സംഭവിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ആരോടും ഒരു തമാശ പറയാനോ ഒരു കാര്യം പറയാനോ നേരം കാണാറില്ല. എന്റെ ഹലാലായ മഈശത്തിന് വേണ്ടി ഞാൻ കച്ചവടം ചെയ്യുന്നു, കുടുംബം പോറ്റുന്നു. പക്ഷേ എന്റെ ബാപ്പ എനിക്ക് മറക്കാൻ പറ്റൂലല്ലോ. നമ്മളൊക്കെ ഇൽമു പഠിപ്പിച്ച് ഇങ്ങനെ വലുതാക്കി ഈ രൂപത്തിലേക്ക് വളരാൻ സഹായിച്ച ബാപ്പമാര്, ഉമ്മമാര്, ഉപ്പാപ്പമാര്, കുടുംബക്കാര്, സ്നേഹികൾ, അഭ്യുദയകാംക്ഷികൾ, ഇൽമിന്റെ വഴിയിൽ സഹായിച്ചവർ പലരും മൺമറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ദറജേറ്റി കൊടുക്കട്ടെ, ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ, വലിയ സന്തോഷങ്ങളല്ല ഏറ്റിക്കൊടുക്കട്ടെ. എത്ര ദ്വാരന്നാലും അവർക്ക് ദ്വാരക്കുന്ന നമുക്ക് മതിയാക്കാൻ കഴിയൂല. യാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, മറ്റൊരു ദിവസം ഞാൻ സ്വപ്നം കണ്ടപ്പോ അക്കബറാളിയും പുറത്തിറങ്ങി പെറുക്കുന്നതാ ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഒരു പക്ഷേ ആ മകൻ മരിച്ചു കാണും, അതുകൊണ്ടാണ് ഈ വാപ്പയും പുറത്തിറങ്ങേണ്ടി വന്നത് എന്ന്. ഞാൻ ആ ടൗണിൽ ചെന്ന് നോക്കുമ്പോ ശരിയാണ്, അവിടെ ആ കട എങ്ങനെ അടച്ചു കിടക്കുന്നുണ്ട്. പരിസരവാസികളോട് ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഇന്നലെ മരണപ്പെട്ടു പോയി. മക്കളിൽ നിന്ന് കിട്ടുന്ന ഡയറക്റ്റായ സുഖല്ലേ, അത് വാപ്പാക്കും ഉമ്മാക്കും വല്ലാത്തൊരു സുഖാണ്. ബർസഖിയ ലോകത്തും ആഖിറത്തിലത്തും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് നല്ല നിലക്ക് മക്കളെ വളർത്തുക. വിശദമായി അതെന്നെ വേറെ പറയേണ്ടതാണ്. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ പറഞ്ഞൊപ്പിച്ച് നിർത്തുകയാണ്.